കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. പ്രഥമസ്കന്ധം. പാണ്ഡവരൊക്കെ അവരൊക്കെ മഹാപ്രസ്ഥാനത്തിനൊരുങ്ങി. അതൊക്കെ മഹാഭാരതത്തിൽ വിസ്തരിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ പിന്നെ അതൊന്നും വല്ലാതെ വിസ്തരിക്കുന്നില്ല. പേരക്കുട്ടിക്ക് രാജ്യഭാരം ഏൽപ്പിച്ചു. പരീക്ഷത്താണ് പിന്നീട് രാജ്യം ഭരിക്കുന്നത്. വളരെ ഭംഗിയിൽ അദ്ദേഹം രാജ്യം ഭരിച്ചു. ദ്വിജവര്യ ശിക്ഷയാ മഹിം മഹാഭാഗവത ശശാസ. ഗുരുനാഥന്മാർ പറയണത് പോലെ ബ്രാഹ്മണരെയൊക്കെ അനുസരിച്ച് അദ്ദേഹം വേണ്ടതുപോലെ തൻ്റെ രാജ്യത്തെ രക്ഷിച്ചു. ഇരാവതിയെ വിവാഹം കഴിച്ചു. ജനമേജന മുതലായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായി. തൻ്റെ രാജ്യഭരണം എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് ഒരിക്കൽ അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. പശു വിഷമിക്കുന്നു. മുമ്പിലൊരു കാള. അതിൻ്റെ 3 കാല് ഒടിഞ്ഞിട്ടുണ്ട്. ഒരു കാലിൽ എങ്ങനെയൊക്കെയോ നിൽക്കുകയാണ്. നടുക്കൊരു കാട്ടാളൻ. അയാളുടെ കയ്യിൽ വാളുണ്ട്. കണ്ടാലറിയാം ആ കാട്ടാളൻ ഈ കാളയുടെ 3 കാലും ഒടിച്ചിട്ടുണ്ട്. പക്ഷേ കാളയ്ക്ക് ദുഃഖമുണ്ടെങ്കിലും പുറമേക്ക് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ പശു അങ്ങനെയല്ല, അത് കരയാണ്. അതിന് ദുഃഖം ഉണ്ടായിട്ടല്ല, കാളയ്ക്ക് ദുഃഖം ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് കരയാണ്. അത് പൊതുവേ ഒരു രീതി അങ്ങനെയാണ്. പുരുഷന്മാർ പിന്നെയും പിടിച്ചു നിൽക്കും, കരയൊന്നുമില്ല. സ്ത്രീകൾ അങ്ങനെയല്ല, അവർ കരഞ്ഞാൽ കഴിയും ചെയ്യും കേട്ടോ. മറ്റത് കരയണില്ല എന്നുള്ളൂ, ഉള്ളിൽ ദുഃഖമുണ്ട്. തൻ്റെ ദുഃഖം ഓർത്തിട്ടല്ല, തൻ്റെ ഈ കാളയുടെ ദുഃഖം ഓർത്ത് ആ പശു കരയുന്നു. പശു ഭൂമിദേവിയാണ്. ഭൂമി കരയണത് എപ്പോഴാണ്? കാളയ്ക്ക് കാല് നഷ്ടപ്പെടുമ്പം. എന്ന് പറഞ്ഞാൽ കാള പറഞ്ഞ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ധർമ്മം ക്ഷയിക്കുമ്പം ഭൂമി കരയും. അതാണ് ഉരുൾപൊട്ടലായിട്ടും വെള്ളപ്പൊക്കമായിട്ടും ഒക്കെ വരുന്നത്. ഭൂമിയുടെ കരച്ചിലാണ്. നമ്മൾ ധർമ്മിഷ്ഠന്മാരല്ലാതെ ആയാൽ ഭൂമി വല്ലാതെ കരയും. അത് നമുക്കെന്നെ ദുഃഖമായിട്ട് തീരും. നമ്മൾ അധർമ്മം ചെയ്താൽ ആർക്കാ കുഴപ്പം ചോദിച്ചാൽ കുറച്ച് വൈകിയാണെങ്കിൽ നമുക്കെന്നെ തിരിച്ചടിക്കുക. അപ്പം അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് വിനയത്തോടു കൂടി ലോകത്ത് ജീവിക്കുക. 4 കാല് കാളയുടെ ഏതാത്? ആ ധർമ്മത്തിൻ്റെ 4 കാല് ഏത് ചോദിച്ചാൽ സത്യം, ദയ, ശൗചം, തപസ്. അതിലെ സത്യം മാത്രമേ ഇപ്പോൾ ലേശം ബാക്കിയുള്ളൂ. 3 കാലും ആരും ഒടിച്ചിട്ടുണ്ട്? ആ കാട്ടാളൻ ഒടിച്ചിട്ടുണ്ട്. അത് കലിയാണ്. ദുഃഖത്തിന് കാരണം എന്തെന്ന് പരീക്ഷത്ത് ചോദിച്ചു. കാരണം അറിയാം, ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാട്ടാളനെ കണ്ടാൽ അയാളാണ് ദുഃഖിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ, ദുഃഖമൊന്ന് ചോദിച്ചിട്ട് വേണ്ടേ? ഇനി പദവ അയാളല്ലെങ്കിലും. അതുകൊണ്ട് കാര്യം അറിഞ്ഞിട്ടാവാം ശിക്ഷിക്കാന്ന് കരുതി അടുത്തു പോയിട്ട് ഈ പരീക്ഷത്ത് ചോദിച്ചു, തൻ്റെ ദുഃഖത്തിന് കാരണം ആരാണ് എന്ന് കാളയോട് ചോദിച്ചപ്പോൾ കാള പറഞ്ഞു, എൻ്റെ ദുഃഖത്തിന് കാരണം ആരാന്നുള്ളത് അങ്ങ് ആലോചിച്ച് പറയുമോ? പേര് പറയണില്ല. നമ്മളാച്ച കാണിച്ചു കൊടുക്കും, ഈ കാട്ടാളിനാണ് പ്രശ്നം എന്ന് പറയും. നമുക്കൊക്കെ ദുഃഖം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കാരണം പറയാറില്ലേ? ദുഃഖത്തിന് കാരണം ആരാ? ആരാ ആരാ പുള്ളിക്കാരൻ വീട്ടിലിരിക്കുന്നുണ്ട് അല്ലേ? അയാളൊന്നുമല്ല, പാവം, അദ്ദേഹം ശുദ്ധൻ ഒന്നുമല്ല. അല്ലെ പുള്ളിക്കാരിയാണ്, അപ്പുറത്തെ ഫ്ലാറ്റിലെ ആളാണ്, അയാളാണ്, അയാളുടെ കൂടോത്ര തോന്നുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പല 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 വിഷയങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ പറയാൻ കുറേ ചാനലുകാരും. യൂട്യൂബ് നോക്കിയാൽ ഇതേ ഉള്ളൂ. ദുഃഖത്തിന് കാരണം എന്ത് ചോദിച്ചാൽ ഉത്തരം പറയും. എന്താ ഇപ്പോൾ ദുഃഖത്തിന് കാരണം? അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, മകളാണ്, ഭാര്യയാണ്, മരുമകളാണ്, മരുമകനാണ്. ആരാ ദുഃഖത്തിന് കാരണം? ഇവരുണ്ടെങ്കിൽ എന്താ പറയുക ദുഃഖത്തിന് കാരണം? എനിക്ക് ദുഃഖമുണ്ടേ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ദുഃഖമില്ലേ അതിന് കാരണക്കാരനും ഞാൻ തന്നെ. എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം. അത്രയേ ഉള്ളൂ എന്നാണ് വിവരം ഉണ്ടെങ്കിൽ പറയുക. വിവേകികൾ അങ്ങനെ പറയുള്ളൂ. ധർമ്മിഷ്ഠന്മാർ പ്രത്യേകിച്ചും അങ്ങനെ പറയുന്നു. കൈകേയി കുറ്റം പറഞ്ഞു രാമൻ. ഞാൻ രാജാവാവുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവളാണ് ആ അമ്മ. ആ അമ്മ ഇന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ലക്ഷ്മണ, അത് നമ്മുടെ വിധിയാണ്. അത്രയേ ഉള്ളൂ. കൈകേയി കുറ്റം പറയണ്ട. നമ്മൾ കാട്ടിൽ പോകണമെന്നാവും. നന്നായി ഏതായാലും കാട്ടിൽ പോവാലോ, രസമല്ലേ? ഈ രാജ്യം ഭരിക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഏർപ്പാടല്ല. ഇതിപ്പോൾ തൻ്റെ ദേഹം നോക്കിയാൽ മതി. മറ്റത് രാജ്യത്തെ ജനങ്ങളെയൊക്കെ നോക്കുക, രക്ഷിക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? നന്നായി ഏതായാലും 14 വർഷം നമുക്ക് കാട് എൻജോയ് ചെയ്യാം, ആസ്വദിക്കാം. അല്ലാതെ എന്താ? അത്രയേ ഉള്ളൂ. രാമനത് ബുദ്ധിമുട്ടൊന്നും ആയില്ല. കാരണം ആ രീതിയിൽ വ്യവഹരിക്കാൻ രാമന് അറിയാം. ഒന്നും തന്നെ ബാധിക്കാണ്ട് നോക്കാൻ രാമന് നിശ്ചയുണ്ട്. നെൽപ്പത്തൂർ പറയുന്നുണ്ട്, സീത പോയപ്പോൾ ആര് സന്തോഷിച്ചു? രാമ സന്തോഷിച്ചു. രാവണനെ കൊല്ലാനൊരു കാരണം കിട്ടിയല്ലോ. അല്ലാണ്ട് കൊന്നപ്പോൾ അയാളുടെ കുറ്റം പറയില്ലേ? ഒരു കാരണം കിട്ടി എന്നാലോചിച്ച് ഗുരുവായൂരപ്പ അങ്ങ് സന്തോഷിച്ചില്ലേ എന്ന്. അത്രയേ ഉള്ളൂ. അതൊക്കെ നാട്യം. പുറമേക്ക് പലതും നടിക്കുന്നു. മനുഷ്യർക്കുണ്ടാവുന്ന ദുഃഖം എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരിക. അത്രയേ ഉള്ളൂ.
ഏതായാലും ഈ കാള പറഞ്ഞ എൻ്റെ ദുഃഖത്തിന് കാരണം എനിക്കറിയില്ല, ചോദിച്ചാൽ എനിക്ക് ഇന്ന ആളാ ദുഃഖത്തിന് കാരണം എന്ന് പറയാൻ പറ്റില്ല. ചിലർ പറയും കാലമാണ്, ചിലർ പറയും യോഗമാണ്, ചിലർ പറയും ഈശ്വരനാണ്, ഇങ്ങനെ പലരും പറയും, പലതും പറയും. ദുഃഖത്തിന് കാരണം അലോപ്പതി ആണെങ്കിൽ അവർ പറയും കൊളസ്ട്രോളാണ്, ഷുഗറാണ്, പ്രഷറാണെന്ന് പറയും. ആയുർവേദമാണെങ്കിൽ അവർ പറയാം വാദമാണ്, പിത്തമാണ്, കഫമാണെന്ന് പറയും. ഇത് രണ്ടും അല്ലാണ്ട് നമ്മൾ ജ്യോത്സ്യനെ പോയി കാണിച്ചാൽ അയാൾ ഇതൊന്നും പറയില്ല. അദ്ദേഹം പറയുക ചൊവ്വയാണ്, ശനിയാണ്, ബുധനാണെന്ന് പറയും. കൈരേഖ നോക്കണവരുണ്ടെങ്കിൽ കാണിച്ചാൽ അവരെന്ത് പറയും? അവർ പറയും ഇത് രേഖയാണ് പ്രശ്നം എന്ന് പറയും. വാസ്തുവിനെ കാണിച്ചാൽ അവർ പറയും ഇത് കുളിമുറിയാണ് പ്രശ്നം. ആരും പരിഹസിക്കല്ലേ, എന്നെ നോക്കി കണ്ടുപിടിക്കണ്ട, ഇതൊക്കെ വേണം, ഒന്നും ഒഴിവാക്കണ്ട, ഒക്കെ കൂടെ പിടിച്ചോളൂ, പക്ഷേ ഭഗവാനെ വിട്ടിട്ട് പിടിക്കണ്ട, അത്രയേ ഉള്ളൂ, അത്രേ പറയണുള്ളൂ. ഇന്നിപ്പോൾ ഇത് കൂടി എന്താ കുഴപ്പം ചോദിച്ചാൽ, ഉണ്ടായ മകനാണ് ദുഃഖത്തിന് കാരണം എന്ന് പറഞ്ഞ് മകനെ കൊല്ലണ അമ്മമാരുണ്ടാവണുണ്ട്. അതാ പറയണത്. ഇതിൻ്റെ ഒരു പ്രശ്നം ആ വക കൂടുന്നുണ്ട്. ഇതാണ് ഓരോ കാരണം പറഞ്ഞിട്ടേ മകനാണ് പ്രശ്നം, മകൻ്റെ നാളാണ് എൻ്റെ ഐശ്വര്യത്തിന് തടസ്സം എന്ന് പറഞ്ഞ് കൊല്ലാൻ പുറപ്പെട്ടാൽ അത് ശ്രദ്ധിക്കണം. അവനവൻ്റെ ദുഃഖത്തിന് കാരണം അവനവൻ തന്നെ. അതാണ് വിവേകികൾ പറയേണ്ടത്. ധർമ്മിഷ്ഠന്മാർ അങ്ങനെ പറയൂ. അതുകൊണ്ട് ഇവിടെ കാള പറഞ്ഞു എൻ്റെ ദുഃഖത്തിന് കാരണം ആര് ചോദിച്ചാൽ അങ്ങയുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് പറയൂ, ഞാൻ എന്തായാലും ഈ കാട്ടാളിനെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പരീക്ഷത്തിന് വല്ലാത്ത ബഹുമാനം തോന്നി. അദ്ദേഹം പറഞ്ഞു മനസ്സിലായി താൻ ആരാന്ന്. ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപധൃക്ക്. താൻ പറയേണ്ടത് ധർമ്മമാണ്. ധർമ്മിഷ്ഠന്മാർ ഒരിക്കലും തൻ്റെ ദുഃഖത്തിന് വേറൊരാളാണ് കാരണം എന്ന് പറയില്ല, നാവൊന്നും പുറത്തേക്ക് വരില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ ധർമ്മിഷ്ഠന്മാരല്ല. എൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിരിക്കും. ഏത് കർമ്മത്തിൻ്റെ ചോദിച്ചാൽ എനിക്ക് പിടികിട്ടണില്ല, പക്ഷേ എൻ്റെ കർമ്മത്തിൻ്റെ ഫലം നമുക്കറിയില്ലല്ലോ. നമ്മൾ ചിലത് പറയണത് പലർക്കും വേദന ഉണ്ടാക്കുന്നുണ്ടാവുകയും നമുക്കത് ഉദ്ദേശിക്കണില്ല. അതുപോലെ ഇപ്പം ഒരു വേദനയ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആരും അങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, അനുഭവിക്കുക, അതപ്പം എന്താ. അതുകൊണ്ട് അത്രേ വിചാരിക്കുള്ളൂ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ മനസ്സിലായി. വൃഷോവൈ ധർമ്മ, പണ്ട് പഠിച്ചിട്ടുണ്ട് ഉപനിഷത്തിലൊക്കെ. വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ്, കാളധർമ്മത്തിൻ്റെ പ്രതീക. ഭൂമി പശു ഭൂമിയുടെ പ്രതീകമാണ്. അങ്ങനെയൊക്കെയാണ് ശാസ്ത്രത്തിൽ വർണ്ണിക്കുക. നീ ധർമ്മിഷ്ഠനാണ്, അതുകൊണ്ട് നീ ഇങ്ങനെ പറയുള്ളൂ. പക്ഷെ നിന്നെ ഇപ്പം ദുഃഖിപ്പിക്കുന്നത് ഈ കലിയാണെന്ന് മനസ്സിലാക്കി ആ പരീക്ഷത്ത് കലിയെ നിഗ്രഹിക്കാൻ പുറപ്പെട്ടു. കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് കലി കാൽക്കൽ വീണു. കലിക്ക് മനസ്സിലായി തന്നെക്കാളും ബലം കൂടും ഇയാൾക്ക്. ഇതിപ്പം ഇവിടെ നല്ലതെന്താ കാലിൽ വീഴുക എന്ന് മനസ്സിലാക്കി സാമർത്ഥ്യക്കാരനായിട്ടുള്ള കലി കാൽക്കൽ വീണാൽ പിന്നെ കൊല്ലാൻ വയ്യല്ലോ. ഉടനെ പരീക്ഷത്ത് പറഞ്ഞു എന്തായാലും നീ അധർമ്മത്തിൻ്റെ ബന്ധുവായതുകൊണ്ട് നിന്നോട് ഞാൻ കൂട്ടുകൂടില്ല. അതാണ് പരീക്ഷത്തിൻ്റെ വിവരം. വേണ്ട, നീ എൻ്റെ കാൽക്കൽ വീണു കരുതി ഞാൻ കൂടെ കൂട്ടൊന്നുമില്ല. കാരണം നിന്നെ തൊട്ട് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എൻ്റെ ഈ പരിസരത്ത് നിൽക്കരുത്, പോയിക്കോളും എന്ന് പറഞ്ഞു. കലി പറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടാ പോവുക? സ്ഥലം വേണ്ടേ? അങ്ങായിട്ട് എന്നെ കൽപ്പിച്ചു തരൂ കുറച്ച് സ്ഥാനം, എന്നാൽ ഞാൻ അവിടെ ഇരുന്നോളാം. ദ്യൂതം പാനം സ്ത്രീയസൂന, 4 സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഏതൊക്കെയത്? ദ്യൂതം ചൂതുകളി, പണം വെച്ചുള്ള കളികളൊക്കെ അതിൽ പെടും. പാനം മദ്യപാനം, ഇതൊക്കെ സ്വൈരം ഉണ്ടാവില്ല എന്നർത്ഥം. ഇതൊക്കെ ഉള്ളതിൽ ഇനി പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ചൂതുകളിയുള്ള ദിക്കിൽ, അതുപോലെ മദ്യപാനമുള്ള ദിക്കിൽ, സ്ത്രീയഹ ചിത്ത സ്ത്രീകളുള്ള ദിക്കിൽ, ചിത്തപുരുഷന്മാർ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മാത്രം കണ്ട് എടുക്കണ്ട, അങ്ങനെ എടുക്കുമ്പോൾ പ്രശ്നമാവും. സ്ത്രീകളുള്ള ദിക്കിൽ കലിയുണ്ടെന്ന് പറഞ്ഞപ്പം ഉള്ള സ്ത്രീകൾ എണീറ്റ് പോയാൽ പിന്നെ 8 പുരുഷന്മാരും ഞാനും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ താല്പര്യം ലൗകിക വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നവർ എന്നാണ് താല്പര്യം, അത്രയേ ഉള്ളൂ. അതാണ് ശാസ്ത്രത്തിലൊക്കെ പുരുഷൻ സ്ത്രീ എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ സ്വതവേ പറയുന്ന പുരുഷനും സ്ത്രീയും അല്ല. സൂന എന്ന് പറഞ്ഞാൽ പ്രാണിഹിംസ, ജന്തുക്കളെ ഹിംസിക്കുന്നവർ. ഈ 4 സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു. കലി പറഞ്ഞു വീട് തന്നിട്ട് കാര്യമില്ല, വരാനുള്ള വഴി വരണം. വലിയ ബംഗ്ലാവ് തന്നു, വഴിയില്ലെങ്കിലും എന്ത് കാര്യം? അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയും കൂടി വേണ്ടേ? താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നും കൂടി വേണം. ഏതാത്? അത് ആ കലി ആവശ്യപ്പെട്ടു. അതാണ് സ്വർണം, ജാതരൂപം. സ്വർണത്തിലിരുന്നോട്ടെ. പരീക്ഷത്ത് അത്ര ആലോചിച്ചില്ല. ശരി എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളോടും താല്പര്യമില്ലാത്തവർക്കും സ്വർണത്തിനോട് എന്തുണ്ട്? ഭ്രമം ഉണ്ട്. ഭൗതികമായ നേട്ടം, അതിനോടുള്ള അമിത ആവേശം, അതാണ് സ്വർണം കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും 5 സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു കലിക്കിരിക്കാൻ. ഈ 5 സാധനങ്ങൾക്കും വലിയൊരു പ്രാധാന്യം ജീവിതത്തിൽ വിവരമുള്ളവർ കണക്കാക്കാറില്ല.
ബുഭൂഷു പുരുഷ ക്വചിത്. ബുദ്ധിമാന്മാരായിട്ടുള്ള മനുഷ്യർ ഈ 5 കാര്യങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കില്ല. ഏതൊക്കെ 5 കാര്യങ്ങൾ? ദ്യൂതം, പാനം, സ്ത്രീയ, സൂന, അതുപോലെ ജാതരൂപം, സ്വർണം. അതുകൊണ്ട് സ്വർണ്ണം എടുത്ത് വലിച്ചെറിയൊന്നും വേണ്ട. കലി ഇരിക്കേണ്ട, തിരുമേനിക്കിരിക്കട്ടെ, എനിക്ക് തരുന്നു വേണ്ട. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, തരുമൊന്നുമില്ല, അതല്ല. എന്നാലും പക്ഷേ പറയേണ്ട താല്പര്യം എന്താ വെച്ചാൽ അത് നഷ്ടപ്പെട്ടാൽ നാളെ അറ്റാക്ക് വരരുത്, അത്രയേ ഉള്ളൂ. എന്താണ്? നാളെ ഇപ്പോൾ ഈ കഴുത്തിലുള്ള 8 പവൻ പോയാൽ മെൻ്റലാവരുത്. ഇപ്പം സമ്പാദിച്ച കാശ് മുഴുവൻ നാളെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദുഃഖിക്കരുത്. ആശ്രയിക്കുന്നത് ഭഗവാനെ ആവണം. മറ്റേത് അവിടെ ഇരുന്നോട്ടെ, അതൊരു ഭംഗിക്ക് അവിടെ ഇരിക്കട്ടെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. നാളെ അത് പോയാലും എനിക്കൊരു ചുക്കുമില്ല, കയ്യിൽ ഭാഗവതല്ലേ, അങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല, അവിടെ പ്രശ്നം. പലരും നമുക്കറിയാം, എന്നെ നോക്കിയിരിക്കും, ഇടിഞ്ഞാൽ വലിയ വിഷമായി, കൂടുമ്പൊക്കെ സന്തോഷമുണ്ട്, ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുക, ആകെ പെട്ടു എന്നാണ് തോന്നുന്നത്. TV നോക്കിയിരിക്കുകയാണ്, BP ഇങ്ങനെ കൂടുന്നു. സപ്താഹം കേട്ടിരിക്കുമ്പോൾ BP കൂടുന്നില്ല, നോക്കി നോക്കി നോർമലാണ്, നല്ല കൃത്യം, ഒക്കെ പാകത്തിനാണ്. എന്തിനു വെറുതെ അങ്ങനെ കൂട്ടണു, അതാ ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ള ഭ്രമം കൊണ്ട് സമാധാനം നഷ്ടപ്പെടും എന്നാണ് ചുരുക്കം. ഏതായാലും പരീക്ഷത്തിനെ കലി ബാധിച്ചു. അദ്ദേഹം നായാട്ടിന് പോയി. പ്രാണിഹിംസയാണല്ലോ, ഹിന്ദുക്കളെ കൊല്ലലന്നെയല്ലേ. ആദ്യമൊക്കെ ദുഷ്ടമൃഗങ്ങളെയൊക്കെ കൊല്ലും, പിന്നെ അത് കൊല്ലൽ പ്രയാസമെന്നുള്ളതുകൊണ്ട് സാധുമൃഗങ്ങളെ കൊല്ലും, എളുപ്പതാ എന്ന് പറഞ്ഞ് അങ്ങനെ പുറപ്പെടും. ഒറ്റപ്പെട്ടു. തൻ്റെ കൂടെയുള്ളവരൊക്കെ അവരൊന്നും കാണാതെയായി. വലിയ ദുഃഖം, വിശപ്പ്, ദാഹം. അങ്ങനെ അന്വേഷിച്ചു. ദൂരത്തായിട്ടൊരു ആശ്രമം കണ്ടു. ചെന്നു. അവിടെ ഒരു മഹർഷി ധ്യാനിച്ചിരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം തരുമോ ചോദിച്ചു. അദ്ദേഹം അത് കേട്ടില്ല. കേൾക്കാനായിട്ട് തന്നെയാണ്, പക്ഷേ ഉള്ളിൽ ഈ രജോ ഗുണം കൊണ്ട് വർദ്ധിച്ചു വന്നപ്പം പരീക്ഷത്തിൻ്റെ ഉള്ളിൽ അറിയാം എന്ത്, അദ്ദേഹം കേട്ടിട്ടൊന്നുമില്ല, നിശ്ചണ്ട്. എന്നാലും നമ്മൾ സമ്മതിക്കില്ലേ? നമ്മൾക്കും അങ്ങനെ അറിയാം, അയാളിപ്പോൾ ഒന്നുമില്ല, അത് ഭാഗവതം വായിച്ചിരിക്കുകയോ. എന്നാലും ഞാൻ വന്നപ്പോണ്ടൊരു ഭാഗവതം വായന അറിയാം. അദ്ദേഹം കാണാനായിട്ടാണ് ഭാഗവതം വായിക്കുകയാണ്, താൻ വന്നോണ്ടൊന്നല്ല. നിശ്ചയുണ്ടെങ്കിൽ നമ്മൾ കുറ്റം പറയാൻ വേണ്ടി അങ്ങനെ പറയാറില്ലേ? പരീക്ഷത്തിൽ സത്യം പറഞ്ഞാൽ ആ മഹർഷിയുടെ ഒരു അസൂയ തോന്നിയത്. എങ്ങനെ അദ്ദേഹം ഇങ്ങനെ ശാന്തനായിട്ടിരിക്കുന്നു ഈ കാട്ടിൽ? അർജുനൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള എനിക്ക് പറ്റണില്ല. എന്നിട്ട് ഈ മഹർഷി ഇവിടെ നോക്കൂ, വലിയ 5 സ്റ്റാർ സൗകര്യമൊന്നുമില്ല. അദ്ദേഹം ഇവിടെ വലിയ സൗകര്യം നേരത്തെ കുടിലിൽ ശാന്തനായിട്ടിരിക്കുക. ഉള്ളൊരു അസൂയ, തനിക്കും അങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ആ അസൂയ പുറമേക്ക് വന്നത് എങ്ങനെയാണ്? തന്നെ കണ്ടിട്ട് വെള്ളം ചോദിച്ച സമയത്ത് അദ്ദേഹം തരാൻ മടിച്ച് കണ്ണടച്ചിരിക്കുകയാണോ, എന്നാൽ അദ്ദേഹത്തിൻ്റെ സമാധി ശരിക്കുള്ളതാണോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കിയപ്പം ഒരു ചത്ത പാമ്പിനെ കണ്ടു. അത് തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ടെടുത്ത് മഹർഷിയുടെ തോളിൽ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഒന്ന് ഫോട്ടോ എടുത്തു, സെൽഫി. അത് സ്റ്റാറ്റസാക്കി. താനെന്തോ വലിയ വീരകൃത്യം ചെയ്തതുപോലെ. ചെയ്തത് മോശ. ആർക്കൊരു ഉപദ്രവമില്ലാണ്ടൊരു ഭാഗത്ത് ധ്യാനിച്ചിരിക്കുന്ന ആളുടെ ആശ്രമത്തിലേക്ക് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ അപമാനിച്ചു. ശരിയായോ? ഒരു തെറ്റു ചെയ്തിട്ടില്ല. അവരിരുന്ന് ധ്യാനിക്കുന്നു, അവരെ പോയി ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു മോശം പ്രവൃത്തി രാജാവ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ദാഹം മാറിയോ? അങ്ങനെ നല്ല കാര്യമാണ് പറയുന്നത്. ദാഹം മാറി, പാമ്പിനെ കണ്ട് തോളിട്ടപ്പോൾ ദാഹം കണ്ട് മാറി. നല്ല കാര്യമാണ്. അതൊന്നുമില്ല. ദാഹം വിശപ്പൊക്കെ എപ്പോഴും ഉണ്ട്. ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക, വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക. അതല്ലാതെ ഈ സജ്ജനങ്ങളുടെ മേക്കെട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? ഈ പ്രവൃത്തി പരീക്ഷത്ത് ചെയ്തു, ചെയ്യാൻ പാടില്ലായിരുന്നു. പരീക്ഷത്ത് അങ്ങനെ ചെയ്യുന്ന ആരും വിചാരിച്ചിട്ടുമില്ല. നമ്മൾ വിചാരിച്ചു, ഇപ്പം പണ്ടേ കഥ കേട്ടോണ്ട് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊരു മഹാത്മാവ് പരീക്ഷത്ത്, അഭിമന്യുവിൻ്റെ മകൻ ഉത്തര പ്രാർത്ഥിച്ചല്ലേ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ വളർന്ന് ഇത്ര പ്രായമായി, ഇയാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യും നമ്മൾ വിചാരിക്കും. മഹർഷിമാരുടെ പാദം കഴുകി ആ സ്ഥലത്ത് മുളച്ചവരാ പാണ്ഡവർ. അങ്ങനെയുള്ള ആ പാണ്ഡവരിലെ അവരുടെ പേരക്കുട്ടി ഈ പരീക്ഷത്ത് ഇങ്ങനെ ചെയ്യും നമ്മൾ വിചാരിക്കും. ചെയ്തു. തിരിച്ച് കൊട്ടാരത്തിലെത്തി. അവിടെ എത്തിയ സമയത്താണ് താൻ ഇപ്പം ചെയ്തത് ശരിക്കുള്ളതാണോ സ്വപ്നമാണോ? താൻ അങ്ങനെ ചെയ്തു, മഹർഷിയെ നിന്ദിച്ചു, ഇതുള്ളത് തന്നെയാണോ? പരീക്ഷത്തിന് സഹിക്കാൻ പറ്റണില്ല. അഹോമയാ നീചം അനാര്യവത്കൃതം, ഞാൻ എൻ്റെ കുലത്തെ പറയിപ്പിച്ചുവല്ലോ. യാത്ത പശ്ചാത്താപം. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഫലം കിട്ടട്ടെ. കഷ്ടം. ഞാൻ ആ ഗർഭത്തിൽ വെച്ച് അങ്ങോട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു. എന്തിനാണ് ആ ഭഗവാൻ എന്നെ രക്ഷിച്ചത്? ഇത്രയും വൃത്തികേട് തന്നെ കൊണ്ട് ചെയ്യിക്കാനോ? കഷ്ടമായിപ്പോയി. തൻ്റെ മുത്തശ്ശനെ താൻ പറയിപ്പിച്ചില്ലേ? അർജുനൻ്റെ പേരക്കുട്ടിയെ മഹർഷിമാരെ നിന്ദിക്കുന്നവനാ എന്നല്ലേ പറയാം.
കഷ്ടായി. വിമർശിതോ ഹേയതയാ പുരസ്താത്, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് പരീക്ഷത്ത്. അതാണ് പരീക്ഷത്തിൻ്റെ വലിയൊരു നല്ലൊരു സ്വഭാവം. അതാണ് ഫലം ഇല്ലാണ്ടിയാക്കാനല്ല നോക്കിയത്. താൻ ചെയ്ത കർമ്മത്തിന് ഫലം ഉണ്ടാവും എന്നറിയാം, അത് അനുഭവിക്കാൻ തയ്യാറാവുക, അത്രയേ ഉള്ളൂ. കിട്ടാണ്ടിരിക്കുന്നില്ല. നമ്മൾ കിട്ടാണ്ടിരിക്കാൻ വഴി നോക്കും ഇല്ലേ, എന്തെങ്കിലും മന്ത്രമുണ്ടോ പരിഹാരമുണ്ടോ അതങ്ങോട്ട് കിട്ടാണ്ടിയാക്കാൻ. പരീക്ഷത്ത് നോക്കിയിട്ടില്ല. അവിടെ എന്തേണ്ടായി? അവിടെ മുനിപുത്രൻ ശൃംഗി വാർത്ത അറിഞ്ഞു. അദ്ദേഹം കൗശികി നദിയിൽ അങ്ങോട്ട് ഇറങ്ങി ലേശം വെള്ളം കയ്യിലെടുത്ത് ഇതാരാണോ ചെയ്തത് അയാൾ ഇന്നേക്ക് 7-ാം നാൾ തക്ഷകം കടിച്ച് ഭസ്മാവട്ടെ. ശാപം. അത് കേട്ട് മഹർഷി ഉണർന്നു. എന്തേണ്ടായി ചോദിച്ചു. മകൻ കാര്യമൊക്കെ പറഞ്ഞു. ആ മകനെ ആ അച്ഛൻ അഭിനന്ദിച്ചില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളച്ഛൻ അഭിനന്ദിക്കും. മിടുക്കൻ, അച്ഛൻ്റെ മകൻ തന്നെ 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കട്ടെ, വളരെ നന്നായി. അല്ല, എന്തിനിപ്പോൾ 7 ദിവസം കൊടുത്തു, ഒന്ന് വൈകുന്നേരം തക്ഷകം കടിക്കണം എന്ന് പറയണ്ടേ നീ എന്ന് ചോദിക്കും നമ്മളാണെങ്കിൽ. പക്ഷേ ഈ അച്ഛനെ അഭിനന്ദിച്ചില്ല. നാ ആത്മജം അഭ്യനന്ദത്. കാരണം അത്രയ്ക്ക് സാത്വികനാണ് ആര്? ആ മഹർഷി. ആ മഹർഷി ചോദിച്ചു, കഷ്ടം തന്നെ. ഇവിടെ നമ്മൾ ബ്രാഹ്മണരല്ലേ, അദ്ദേഹം ക്ഷത്രിയനാണ്, അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും. അത് ചത്ത പാമ്പനിലെ തോന്നിട്ടുള്ളൂ, ജീവനുള്ളതൊന്നല്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ ചെയ്തത് എന്തല്ല, ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തെ അപമാനിച്ചു ഒന്നും ആർക്ക് തോന്നണില്ല. അപമാനിച്ചുള്ളത് ശരിയാണ്, പക്ഷെ അദ്ദേഹത്തിന് തോന്നണ്ടേ ഇതിപ്പോൾ അപമാനം. ജീവനുള്ള പാമ്പാണെങ്കിൽ കൊത്തൊന്നും വിചാരിക്കുക, അത് ചത്ത പാമ്പല്ലേ. അതിപ്പോൾ ചിലർ പുഷ്പമാല കഴുത്തിലിടാറുണ്ട്, ചിലരിങ്ങനെ ചത്ത പാമ്പിനിടാറുണ്ട്. അതൊക്കെ അവരുടെ കാര്യം ചെയ്യുന്നു. നമുക്കിപ്പോൾ എന്താ ഇങ്ങനൊരു മട്ട്. പക്ഷെ നീ ചെയ്തത് മോശമായി. രാവിലെയും വൈകുന്നേരവും 1008 ഗായത്രിയും ജപിക്കുക, എന്നിട്ട് ശപിക്കുകയും ചെയ്യുക. നമ്മൾ തക്കാളി മണ്ടയ്ക്ക് കഴിക്കുന്നവരല്ലേ, അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കണ്ടേ? രാജാവ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി അല്ലേ, പട്ടാളച്ചിട്ടയ്ക്കോ ആ സമ്പ്രദായമൊക്കെ ആകുമ്പോൾ ചിലപ്പം ദേഷ്യപ്പെട്ടു എന്നൊക്കെ വരും. അങ്ങനെ വെള്ളം കിട്ടിയില്ല, വിശപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പം ദേഷ്യപ്പെട്ടു എന്ന് വരും. പക്ഷെ നമ്മളതിനെയൊക്കെ അടക്കാൻ പഠിച്ചവരല്ലേ. നീ ശപിച്ചത് എന്താ? ചത്ത പാമ്പ് തോളിൽ വന്ന് വീഴട്ടെ എന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നീ ശപിച്ചത് എന്താ? ജീവനുള്ള പാമ്പ്, അതും തക്ഷകൻ. കുറച്ച് കൂടിപ്പോയില്ലേ ഉണ്ണി, ശരിയായോ? അപ്പോഴാണ് മകനും തോന്നി കഷ്ടം. ഈ 3 പേരെയൊന്നും നമ്മൾ ഒന്ന് വിലയിരുത്തും. അതാണ് പഠനം. അങ്ങനെ ആലോചിക്കുക. തക്ഷകനില്ല അവിടെ ഇരിക്കട്ടെ. പരീക്ഷത്തിനെ, ശൃംഗിയെ, ശമീക മഹർഷിയെ, ശമീക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മഹർഷിയുടെ. ആ മഹർഷിയുടെ ഉള്ളിൽ സത്വഗുണമാണ്. തന്നെ ഉപദ്രവിച്ച പരീക്ഷത്തിനോട് അദ്ദേഹത്തിന് എന്തേ ഉള്ളൂ? കാരുണ്യം മാത്രമേ ഉള്ളൂ. മകനെയാണ് ശാസിക്കുന്നത്, ഇത് ശരിയായില്ല. മകൻ നോക്കൂ, പറയുമ്പോൾ ബ്രാഹ്മണനാണെങ്കിൽ ഉള്ളിൽ രജോഗുണം പൊന്തി വന്നു. അതാണ് ശപിച്ചത്. ഉടനെ മകൻ ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കാര്യം രാജാവിനെ അറിയിക്കുക. അയാൾക്ക് വല്ല വിൽപ്പത്രം ഒക്കെ നേരെയാക്കി വെക്കണം വെച്ചാൽ ചെയ്യാലോ. 7 ദിവസം ഉണ്ട് കേട്ടോ എന്ന് അറിയണത് ഒരു വലിയ കാര്യമാണ്. നമുക്കിപ്പോൾ അതറിയില്ല. നമുക്കറിയോ? എന്നാ പോവാന്ന് കിട്ടിയിട്ടുണ്ടോ? നോട്ടീസ് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. അതാണ് നമ്മളും പരീക്ഷ തമ്മിലുള്ള വ്യത്യാസം. പരീക്ഷ കിട്ടി, 7-ാം ദിവസം പോവും. നമുക്കും അങ്ങനെ ഒന്ന് കെട്ടിച്ചൊന്ന് ഒതുങ്ങി കഴിയായിരുന്നു ഇല്ലേ? ഇതിങ്ങനെ നിൽക്കാൻ കാരണം ഇത് നോട്ടീസ് കിട്ടിയില്ല. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ അറിയുള്ളൂ, ഡേറ്റ് ഓഫ് ഡെത്ത് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ നടക്കുന്നത്. മറ്റത് കിട്ടിയാൽ വിനയം ഉണ്ടാവും, തലയ്ക്കൊന്നും താഴും, വളരെ ശാന്തമായിട്ടിരിക്കും, ആരും പറ്റി കുറ്റമൊന്നും പറയില്ല. എന്ത് ചോദിച്ചാലും നാരായണ ശിവ നന്നായി പോകണം, സമാധാനം, അത്രയേ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ അതറിയില്ല. ഈ വാർത്ത മുനികുമാരന്മാർ വന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവ് ദുഃഖിച്ചോ? ഒരിക്കലുമില്ല. രാജാവ് പുഞ്ചിരിച്ചു. പരീക്ഷത്ത് കിട്ടുന്നറിയായിരുന്നു, സന്തോഷമായി, വേഗം കിട്ടിയല്ലോ. ആദ്യം അറിഞ്ഞ സൗകര്യമുണ്ട്, നന്നായി. ഏതായാലും നിങ്ങളുടെ ആ കാരുണ്യം ഞാൻ ആലോചിക്കുക. ഇന്ന് വൈകുന്നേരം മരിക്കണമെന്ന് പറയാതെ 7 ദിവസം തന്നുവല്ലോ. അത് മുനിപുത്രൻ ചിന്തിച്ചിട്ടൊന്നുമില്ല, അറിയാണ്ടതാവുന്നു വന്നതാണ്. പരീക്ഷത്തിന് പാകമായിട്ട് സപ്താഹം കേൾക്കാൻ പാകത്തിനൊരു ശാപം. 7 ദിവസം, വളരെ സൗകര്യം, നന്നായി. വേണമെങ്കിൽ പരീക്ഷത്തിൽ ശാപമോക്ഷം ചോദിക്കായിരുന്നു. ഇനി കുറേ കഥകൾ കാണാം. ശാപം കിട്ടുമ്പോഴേക്കും കാൽക്കൽ കൂടി ശാപമോക്ഷം ചോദിക്കും, അത് കൊടുക്കും. പരീക്ഷത്തിൽ ശാപമോക്ഷം ചോദിച്ചില്ല. തക്ഷകം കടിക്കാണ്ടിരിക്കാനുള്ള വഴി നോക്കായിരുന്നു. ചില കഥയിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. പരീക്ഷത്ത് തക്ഷകം കടിക്കാണ്ടിരിക്കാൻ വെള്ളത്തിന് നടുക്കൊരു തൂണുണ്ടാക്കി അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ പരീക്ഷത്ത് അതിനൊന്നും നിൽക്കണില്ല. ഈ തക്ഷകൻ അല്ലെങ്കിൽ വേറൊരു തക്ഷകം കടിക്കും. എന്തായാലും മരിക്കാണ്ടിരിക്കാനുള്ള വരൊന്നുമില്ലല്ലോ. കടിക്കുന്നത് കടിക്കട്ടെ, എന്തിനാപ്പം മരണം ഇല്ലാണ്ടിയാക്കണം? പക്ഷെ അതിൻ്റെ മുമ്പ് ഞാൻ മരിക്കാത്തവനാണെന്ന് അറിയണം, അത് പ്രധാന. ഈ ഭാരതത്തിൽ ജനിച്ചിട്ട് ഇത്രയും ശാസ്ത്രങ്ങൾ ഇവിടെ ഇരിക്കെ ഇതൊന്നും പഠിക്കാതെ താൻ കേവലം മരിക്കുന്നൊരു വസ്തുവാണെന്ന് കരുതി പോകുന്നത് ശരിയല്ല. വിമർശിതോ ഹേയതയാ പുരസ്താത്. ഈ കാണുന്ന ഐശ്വര്യങ്ങളൊക്കെ എന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടുമെന്നുള്ളത് ഞാൻ ആദ്യം കണക്കാക്കിയതാ.
ഏതായാലും ഇപ്പം പ്രാക്ടിക്കലായി. തിയറി ക്ലാസ്സൊക്കെ പണ്ട് പറയുന്നതാ കേട്ടതാണ്. ഈ കാണുന്ന ഐശ്വര്യം നഷ്ടപ്പെടുട്ടോ, ഈ സമ്പത്തൊന്നും ഉണ്ടാവില്ല, നാളെ പോവും, ഇതൊക്കെ ബലൂണ് പോലെയാണ്. ഇപ്പം ഉണ്ടെന്നേ ഉള്ളൂ, എപ്പം വേണമെങ്കിലും പൊട്ടാം. ഭാഗവതമൊക്കെ നമ്മളിങ്ങനെ കേൾക്കണുണ്ടല്ലോ. ചിലപ്പോൾ അത് അനുഭവത്തിൽ വരും. എന്താണ്? അപ്പോൾ വിഷമിക്കണ്ട, അപ്പം പിടിവിട്ട് പോകരുത്. കാണുന്നതൊക്കെ അത്രയേ ഉള്ളൂ. നാളെ അതൊക്കെ അങ്ങോട്ട് തിരിഞ്ഞേക്കാം, എന്ത് സംഭവിച്ചേക്കാം. അതൊക്കെ ഷീട്ട് കൊട്ടാരം പോലെയാണ്. വലിയ ഫ്ലാറ്റാണെങ്കിൽ ചിലപ്പോൾ ഇടിഞ്ഞു പോയേക്കാം. ഞാൻ ഇല്ലാത്തപ്പോഴാണല്ലോ ഇടിഞ്ഞത് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. ഞാനതിന് ഉള്ളപ്പോഴാണെങ്കിലും ഞാൻ ഇവിടെ ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കുക, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് ദുഃഖിക്കാൻ പോകരുത് എന്നർത്ഥം. വിമർശിതൗ ഹേയതയാ പുരസ്താത്. ഇപ്പം എൻ്റെ അവസ്ഥ നോക്കൂ. എല്ലാം ഒരു ബ്രാഹ്മണ ബാലൻ നാവ് പുറത്തിട്ടപ്പോഴേക്കും അസ്തമിച്ചു. അധികാരം പോയി, കാശ് പോയി, ഭാര്യ പോയി, മക്കൾ പോയി, വലിയ കൊട്ടാരം പോയി. അതൊക്കെ അവിടെ ഉണ്ടല്ലോ. അതല്ല പറയേണ്ടത്. ഇന്നലെ പറഞ്ഞു, എന്ത് പറയുമ്പോഴും തന്നെ സംബന്ധിച്ച് നമ്മൾ എടുക്കണം. എന്നെ സംബന്ധിച്ചൊക്കെ പോയി എന്നാണ്. പരീക്ഷത്തിനെ സംബന്ധിച്ചിട്ട് ഇനിയിപ്പോൾ ആ സുഖമൊന്നുമില്ല. വേണമെങ്കിൽ 7 ദിവസം അനുഭവിക്കാം. പക്ഷെ വിവരമുള്ള പരീക്ഷത്ത് വിചാരിച്ചു 7 ദിവസം കഴിഞ്ഞാലില്ലാത്ത വസ്തുവിനെ ഞാൻ ഇപ്പം തന്നെ ഉപേക്ഷിക്കുക. ഇതാണ് വിവേകം. നമ്മളാണെങ്കിൽ 7 ദിവസം അങ്ങോട്ട് ആഘോഷിക്കുക. ഒരു ജന്മേ ഉള്ളൂ. ഇപ്പോഴുള്ള ആരോഗ്യം നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് നല്ലോണം അങ്ങോട്ട്. ഇതൊക്കെയാണ് വിവരമില്ലാത്ത മനുഷ്യരുടെ പ്രവൃത്തി. പക്ഷെ വിവരമുള്ളവരങ്ങനെയല്ല. നാളെ തരാവില്ലേ, എന്നപ്പം തന്നെ വേണ്ട എന്നുള്ളത് മതി. ശാശ്വതമായ വസ്തു മതി. ഈ ഒരു സ്വഭാവം പരീക്ഷത്തിനുണ്ട്. അതുകൊണ്ട് പരീക്ഷത്ത് അന്ന് തന്നെ ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം സന്യസിച്ചു. നമ്മളും അങ്ങനെ വേണമെന്നർത്ഥം. ഇനി സന്യസിക്കാനൊന്നും പോണ്ട. ഒരു 7 ദിവസത്തേക്ക് കാവ്യം എടുത്തോളൂ. കഴിഞ്ഞാൽ മാറിക്കോട്ടെ. ഒരു 7 ദിവസത്തേക്ക് എന്തായാലും നമ്മളെന്ത് ചെയ്യുക? ഞാൻ ഇനി കാവ്യം എടുക്കണം എന്നല്ല, മനസ്സ് കാവ്യം മുഖ്യം മതി, അത്രയും വേണ്ടു. 7 ദിവസത്തേക്ക് ഇനി സന്യാസിയെ കൊണ്ട് കഴിയുകയാണ്. പരീക്ഷത്തിനെ പോലെ ഈ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റി വയ്ക്കുക. ആവശ്യമില്ലാത്ത വർത്തമാനം ഇടപെടലൊക്കെ കുറയ്ക്കുക. എന്താ വെച്ചാൽ നടക്കട്ടെ. ഞാനെന്തായാലും ഇടപെടില്ല. 7 ദിവസത്തേക്ക്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇടപെടും. അത് വേറെ ഒരു ലഹളയ്ക്ക് ഞാനില്ല എന്ന് തീരുമാനിച്ചു നോക്കൂ. അതിൻ്റെ ഒരു സുഖം അനുഭവിക്കാൻ പറ്റും. വിമർശിതൗ ഹേയതയാ പുരസ്താത്. പണ്ട് ഞാൻ മനസ്സിലാക്കിയതാണെങ്കിലും ഇപ്പം നോക്കൂ, എനിക്കത് അനുഭവത്തിൽ വന്നില്ലേ, മതി. കൃഷ്ണ അംഘ്രി സേവാം. കുറേ കാലമായി വിചാരിക്കണു ഭഗവാനൊന്ന് സേവിക്കണമെന്ന്. ഇപ്പം ഭഗവാൻ തന്നെ അവസരം തന്നു. താനായിട്ട് പരീക്ഷത്തെ പുറപ്പെടുന്നില്ല. എങ്ങനെ വല്ല ശാപം കിട്ടിയതിന് താൻ പോവുള്ളൂ എന്ന് ഭഗവാൻ കണക്കാക്കിയിട്ടുണ്ടാവും. എന്തായാലും 7 ദിവസം കിട്ടിയല്ലോ എന്ന് കരുതി അദ്ദേഹം എല്ലാം വിട്ട് ഗംഗാതീരത്ത് വൽക്കലം എടുത്ത് അവിടെ പോയിരുന്നു. ഗംഗാതീരത്ത് പോയി ദർഭ കിഴക്കോട്ട് വിരിച്ച് വടക്കോട്ട് നോക്കി നിൽക്കുക. ഹിമാലയത്തിലേക്ക് നോക്കിയിട്ട് സന്യാസിമാർ മഹാത്മാക്കളൊക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അത്ര വസിഷ്ഠശ്ച വനശരദ്വാൻ അരിഷ്ടനേമിഹി ഭൃഗുരംഗിരാശ്ച. പിന്നെ ഒരു പേജ് മുഴുവൻ ഋഷിമാരുടെ പേരാ. അവരങ്ങനെ ഒഴുകുകയാണ് ആരടുത്തേക്ക്? പരീക്ഷത്തിൻ്റെ അടുത്തേക്ക്. പരീക്ഷത്ത് ആലോചിക്കുക, കൊട്ടാരത്തിലിരിക്കുമ്പോൾ ഇവരൊക്കെ എവിടെയിരുന്നു? ഒരാളാ വഴിക്ക് വന്നിട്ടില്ല. എന്തേ വരാഞ്ഞു? അപ്പോൾ യോഗ്യതയില്ല. അവരാദരിക്കണമെങ്കിൽ സമ്പത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ വരില്ല. ഒക്കെ ഒഴിവാക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അവർ വരും. അതാണ് അവർ യോഗ്യതയായിട്ട് കണക്കാക്കുന്നത്. ഇപ്പം പരീക്ഷത്ത് നമ്മുടെ പാർട്ടി ചേർന്നു എന്ന് പറഞ്ഞാൽ അവരും സർവ്വസംഘ പരിത്യാഗികളാണ്, എല്ലാം ഉപേക്ഷിച്ചവരാണ്. ഇത്രയും സമ്പത്തുണ്ടായിട്ട് ഉപേക്ഷിച്ച പരീക്ഷത്തിനോട് അവർക്ക് ഇഷ്ടം തോന്നുകയാണ്. അവരൊക്കെ അങ്ങോട്ട് ഒഴുകി പോന്നു. പരീക്ഷത്ത് അവരെ തൊഴുതും കൊണ്ട് പറയാണ്, നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വരാൻ പാടില്ല. എൻ്റെ നേരെ സമരം ചെയ്യാൻ വേണ്ടത്. കാരണം നിങ്ങളുടെ യൂണിയനിൽ പെട്ട ഒരാളെയാണ് ഞാൻ അപമാനിച്ചത്, അല്ലേ? ആ മഹർഷിയെ അപമാനിച്ചില്ലേ? എന്നിട്ടും നോക്കൂ, നിങ്ങൾ എന്നെ ശപിക്കാതെ എന്നോടുള്ള കാരുണ്യം കൊണ്ട് 7 ദിവസം അദ്ദേഹം സമാധാനമായിട്ട് ഇരിക്കട്ടെ കരുതി എൻ്റെ അടുത്തേക്ക് വന്ന് കൃഷ്ണകഥ പാടാനായിട്ട് വന്നിട്ടില്ലേ? എത്ര നന്ദി പറയണം നിങ്ങളോട്. എനിക്ക് അധികം കാര്യമൊന്നും ചോദിക്കാനില്ല. ഒറ്റ കാര്യമുള്ളൂ, മരിക്കാൻ പോകുന്ന വ്യക്തി എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരും. താൻ മരിക്കാൻ പോകുകയാണല്ലോ. ഇതുവരെ ഞാൻ കരുതുന്നത് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടൊരേ കഥ തന്നെയാണ്. നമ്മൾ ചോദിച്ചാൽ ജീവിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയാ. ഒന്നാലോചിച്ചാൽ നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക. പറയാൻ ലേശം വിഷമം ഉണ്ടാവും, എന്നാൽ സത്യതാണ്. ജനിച്ച അന്ന് മുതൽ നമ്മളങ്ങനെ ഓട്ടക്കലിൽ നിന്ന് വെള്ളം പോകുന്നത് പോലെ ആയുസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എണ്ണി കുറയുന്നതായുസും. അപ്പം ആഗ്രഹങ്ങളും കുറയണം. എന്നങ്ങനെയല്ല, വണ്ടി കരയേറുന്നു മോഹവും. ആയുസ് കുറയും തോറും ആഗ്രഹം ഇങ്ങനെ കൂടുകയാണ്. വന്നു ഓണം കഴിഞ്ഞു, വിഷു എന്നും വന്നില്ലല്ലോ, തിരുവാതിരയെന്നും. മുത്തശ്ശൻ കലണ്ടർ നോക്കുകയാണ്, 97 വയസ്സായി. ഓണത്തിന് എന്തായാലും പാലട പ്രഥമ ഉണ്ടാവുമായിരിക്കും, ഇത്ര കാലമായി കഴിച്ചിട്ട്. അപ്പോഴതാ ശ്രദ്ധ. വാർത്തപ്പേരുണ്ടാവും, പല്ലൊന്നുമില്ല. ഈ വാർത്തപ്പേരുണ്ടായിട്ട് എന്താ കാര്യം? അത് കൊണ്ടുപോയിട്ട് മുണ്ടിൻ്റെ മടക്കിലിട്ട് കൊണ്ടുപോയി വീട്ടിൽ പോയിട്ട് മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ച് അരച്ച് കുടിക്കുക.
എന്താ ചെയ്യണം? ഇനിയിപ്പോൾ ശ്രാദ്ധായാലും മതി, അടപ്രഥമം കഴിക്കാമല്ലോ, ആരെങ്കിലും ഭരിച്ചാലും മതി എന്നത്രേ. ഇത്രയൊക്കെ ആയിട്ട് പോലും ഉച്ചരിച്ചിടുന്നതില്ല തിരുനാമം. ഇത്രയൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും ജപിക്കാൻ തോന്നണില്ലല്ലോ. ഭാഗവതം ഒന്ന് കേൾക്കാൻ ഇത്രയൊക്കെ ദുരിതം അനുഭവിച്ചിട്ടും തോന്നണില്ലല്ലോ. അല്ലെ? ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ? ഇല്ലേ? ഇല്ലേ? ഇല്ല. എത്രയോ അനുഭവിച്ചു, എന്നിട്ടെന്താ തോന്നാത്തത്? എന്തോ അല്ലേ, അറിയില്ല. ഇതാണ് കഥ. അതുകൊണ്ട് എനിക്ക് അറിയേണ്ട കാര്യം എത്രയേ ഉള്ളൂ. മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് അനുഷ്ഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഋഷിമാരൊക്കെ പുഞ്ചിരിച്ചു, പരസ്പരം അങ്ങനെ നോക്കി. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? പറയാനായിട്ട് ഒരാൾ വണ്ടി കയറിയിട്ടുണ്ട്, ഷൊർണൂർന്ന് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ശ്രീശുകർ വരട്ടെ. നമ്മളല്ല അത് പറയേണ്ടത്, ഭഗവാൻ ഏർപ്പാടാക്കിയത് ശ്രീശുകരിയാണ്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഇവർ നേരത്തെ വന്നതെന്തിനാ? അത് സീറ്റ് കിട്ടാനാണ്. ശ്രീശുകർ വന്ന പിന്നെ അവിടെ ഹാള് ഫുള്ളാവും. അതുകൊണ്ട് ആദ്യം വന്ന് സീറ്റ് പിടിച്ചതാണ്. അതുവരെ ഇറങ്ങും മുഷിയണ്ടാ കരുതി ഇവരിങ്ങനെ ഭജനയൊക്കെ പാടി അവിടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതും അവരൊക്കെ പരസ്പരം നോക്കി. അപ്പോഴാണ് അവിടെ ചുറ്റും സുഗന്ധം പരത്തിക്കൊണ്ടൊരു ദിവ്യ ജ്യോതിസ്. തത്രാഭവത്. ചില പുസ്തകത്തിൽ അങ്ങനെയാണ്, ചില പുസ്തകത്തിൽ തത്രാഗമത്. രണ്ടും കാണും. ആഗമത് എന്ന് പറഞ്ഞാൽ വന്നു എന്നർത്ഥം, അഭവത് എന്ന് പറഞ്ഞാൽ സംഭവിച്ചു എന്നർത്ഥം. ശ്രീശുകരാകുമ്പോൾ വന്നു എന്ന് പറഞ്ഞാൽ വരവും പോക്കും ഇല്ലാത്ത ആളാണേ. സർവഭൂത ഹൃദയം നേരത്തെ പറഞ്ഞു, എല്ലാ ദിക്കിലുമുള്ള ആളാണ് ആര്? ശ്രീശുകർ. ശ്രീശുകരും കൃഷ്ണനും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കൃഷ്ണൻ ആ പട്ടുകോണം കൊണ്ട് അഴിച്ചു വെച്ചാൽ, കൗസ്തുഭം അങ്ങോട്ട് മാറ്റിയാൽ, പീരിയെടുത്ത് ഒഴിവാക്കിയാൽ ആരായി? ശ്രീശുകരായി. അത്രയേ ഉള്ളൂ. തത്രാഭവത് ഭഗവാൻ വ്യാസപുത്ര. ഭഗവാൻ തന്നെയാണ് വ്യാസപുത്ര. ഭഗവാൻ വ്യാസപുത്ര. ഇപ്പം ആ ഭഗവാൻ വ്യാസരുടെ പുത്രൻ എന്ന പേരിൽ വരികയാണ്. ആരെ അനുഗ്രഹിക്കാൻ? പരീക്ഷത്തിനെ അനുഗ്രഹിക്കാൻ. ആ പാണ്ഡവരെ അനുഗ്രഹിക്കാൻ വസുദേവപുത്രനായിട്ട് വന്നില്ലേ? വാസുദേവനായിട്ട്. ഇപ്പോൾ ദാ അവരുടെ പേരക്കുട്ടിയെ അനുഗ്രഹിക്കാൻ ശ്രീശുകനായിട്ട് വരികയാണ്, വ്യാസപുത്രനായിട്ട് വരുന്നു. തത്രാഭവത് ഭഗവാൻ വ്യാസപുത്ര. യദൃച്ഛയാ, യാദൃച്ഛികമായിട്ട് വന്നതാ എന്ന് പറഞ്ഞാൽ ഈശ്വരേച്ഛ. പരീക്ഷത്തിന് നേരെയാവണം എന്നാണ് അയാളുടെ യോഗം. അവിടെ പരീക്ഷത്ത് അവിടെ ഇരിക്കുകയാണ്, പോയി ഉപദേശിച്ച് കളയാം. അങ്ങനെയൊന്നുമല്ല, നോട്ടീസ് കിട്ടി വരുന്നല്ല ശ്രീശുകർ. അങ്ങനെ അങ്ങോട്ട് വന്നു. പരീക്ഷത്തിന് നിശ്ചയമില്ല ആര് വരണുണ്ടെന്ന്. ശ്രീശുകരെ കാത്തിരിക്കുക പരീക്ഷത്ത്. പരീക്ഷത്ത് അങ്ങനെ ശ്രീശുകരെ കാത്തിരിക്കുന്നല്ല. അദ്ദേഹം എല്ലാം വിട്ട് വന്നിരുന്നു, അവിടേക്ക് ശ്രീശുകരെത്തി. നമ്മൾ ഇതേപോലെ എല്ലാം വിട്ടിരുന്നാൽ ഗുരുനാഥൻ അടുത്തേക്ക് വരും. നമ്മളിപ്പോൾ ഗുരുനാഥൻ അന്വേഷിച്ച് നടക്കുക, എവിടെ ഗുരുനാഥൻ, എവിടെ എവിടെ എവിടെ. അത്രയൊന്നും കഷ്ടപ്പെടണ്ട. നമുക്ക് പക്വത വന്നാൽ ഗുരുനാഥൻ നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വരും. കിട്ടണമില്ലെങ്കിൽ അർത്ഥം പക്വത വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ പക്വത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന് പാകമാവാൻ ശ്രമിക്കുക. ഇത്രയും ഒരു സാധകം ചെയ്യണ്ടു. ഇവിടെ പരീക്ഷത്ത് യോഗ്യനായി എന്ന് കണ്ടപ്പോഴേക്ക് ആരെത്തി? ശ്രീശുകർ അവിടെ എത്തി. ശ്രീശുകരെ കണ്ടു. അവിടെ ഉള്ളവരൊക്കെ എഴുന്നേറ്റു. വ്യാസർ എഴുന്നേറ്റു. അച്ഛനാ വ്യാസർ. എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല. മകനെ കാണുമ്പോൾ അച്ഛനെ എഴുന്നേൽക്കണം. മകൻ അച്ഛനെ കാണുമ്പോൾ എഴുന്നേൽക്കുക വേണ്ട. ഇന്നിപ്പോൾ നാട്ടിൽ കാണുന്നുണ്ട് കേട്ടോ. മകൻ വരുമ്പോഴേക്ക് അച്ഛൻ അങ്ങോട്ട് എണീക്കുന്നു. അച്ഛൻ വരുമ്പോൾ മകന് കാലിന് മുകളിൽ കാലും കയറ്റി വെച്ച് മൊബൈൽ നോക്കി അങ്ങനെ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് മകനെ കാണുമ്പോൾ അച്ഛനെ എഴുന്നേൽക്കുകയാണ്. കാരണം മകൻ എന്നുള്ള മട്ടിലല്ല, അദ്ദേഹം സംഗതി തന്നിലൂടെ വന്നു എന്നേ ഉള്ളൂ. നിസ്സാരക്കാരനല്ല. ആ അറിവിനെ ബഹുമാനിക്കുകയാണ്. വ്യാസർ എഴുന്നേറ്റു. വ്യാസരുടെ അച്ഛൻ പരാശരൻ എഴുന്നേറ്റു. മുത്തശ്ശൻ എഴുന്നേറ്റു. മുത്തശ്ശൻ്റെ അച്ഛൻ, മുത്തശ്ശൻ്റെ അച്ഛൻ്റെ അച്ഛൻ എഴുന്നേറ്റു. എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ എഴുന്നേറ്റു. നടുക്കായിട്ട് ശ്രീശുകർ അവിടെ കണ്ടിരുന്നപ്പോൾ എല്ലാവരും ചുറ്റിയിരുന്നു. നക്ഷത്രങ്ങളുടെ നടുക്ക് ചന്ദ്രൻ ശോഭിക്കും പോലെ ശ്രീശുകർ അങ്ങനെ ശോഭിക്കുകയാണ്. പരീക്ഷത്ത് നല്ലപോലെ കണ്ട് നോക്കി കേശാദിപാദം ആ ശ്രീശുകരെ എന്നിട്ട് തൊഴുതും കൊണ്ട് പറയാണ്, അഭിമേ ഭഗവാൻ പ്രീത. ഇപ്പോഴാണ് ആ ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിച്ചതും. ഇത്രയും കാലം ഞാൻ ആലോചിച്ചിരുന്നു, എന്തിനെ ഇപ്പോൾ ഗർഭത്തിൽ വെച്ച് എന്നെ രക്ഷിച്ചു. സാധാരണ എല്ലാ രാജാക്കന്മാരെ പോലെ ഞാനും അതൊന്നും കുടിച്ചു അങ്ങനെ കഴിഞ്ഞു. ഉറങ്ങുന്നുണ്ട്, അവരെണീക്കുന്നു, ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, വൈകുന്നേരം ചായ കുടിക്കുക, രാത്രി ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി, അവരെണീറ്റു, കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ആയി, രാജ്യം ഭരിക്കുന്നുണ്ട്. എന്തപ്പോൾ ഒരു എന്തേപ്പം ഉണ്ടായി? ഈ ജന്മം കിട്ടിയിട്ടിപ്പോൾ എന്തേ ഉണ്ടായി? തന്നെ ഭഗവാൻ രക്ഷിച്ചതല്ലേ, അതുകൊണ്ട് ഇപ്പം എന്തേ ഉണ്ടായി ചോദിച്ചാൽ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പം മനസ്സിലായി, ഇതിനായിരുന്നു അല്ലേ അന്ന് ഞാൻ ഭഗവാനെ കണ്ടത്, ഇതിനു വേണ്ടിയിരുന്നു. അഭിമേ ഭഗവാൻ പ്രീത. പാണ്ഡവരോട് കാണിച്ച ആ കാരുണ്യം ഭഗവാൻ എന്തുകൊണ്ട് എന്നോട് കാണിക്കുന്നില്ല എന്ന് ഞാൻ പലതവണ ചിന്തിച്ചിരുന്നു. ഇപ്പൊക്കെ മനസ്സിലായി, എന്നോടുണ്ട് കേട്ടോ ഭഗവാന് കാരുണ്യം. അഭിമേ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ഡുസുതപ്രിയ. പാണ്ഡവന്മാരോട് കാണിച്ച ആ ഒരു സ്നേഹം ഭഗവാൻ തപ്പം എന്നോടും കാണിക്കുന്നല്ലോ. ഞാൻ അന്ന് ഗർഭത്തിൽ വെച്ച് ഭഗവാനെ കണ്ടത് അങ്ങേ കാണാൻ വേണ്ടിയിരുന്നു. അന്ന് ടിക്കറ്റ് എടുത്തു, ഇപ്പം ഷോക്കാണ്. അന്ന് കൃഷ്ണനെ കണ്ടത് പോലും വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. ഇപ്പം അങ്ങയെ കാണാൻ സാധിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. സന്തോഷമായി.
ദാഹിച്ചിരിക്കുന്നവന് ലേശം വെള്ളം കിട്ടിയാലുള്ള സമാധാനമല്ലേ? മാറാ രോഗം എന്ന് കരുതി ഇനി മരുന്നില്ലാതിരിക്കുമ്പോൾ മരുന്നും കൊണ്ട് വൈദ്യുതി വരിക. അപ്പോൾ ആ രോഗിക്ക് എത്ര കണ്ട് സമാധാനം ഉണ്ടാവും? ഇതുപോലെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. അങ്ങയെ കണ്ടപ്പോൾ സന്തോഷമായി. അഹോ അദ്യവയം ബ്രഹ്മൻ സത്സേവ്യാഹ ക്ഷത്രബന്ധവ. അങ്ങയെ കണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങയുടെ വിലപ്പെട്ട സമയം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നശിപ്പിക്കുന്നില്ല. മഹാത്മാക്കളെ കണ്ടാൽ അധികം കുശലപ്രശ്നമൊന്നും വേണ്ടെന്നാണ് പറയാം. കാരണം അവരതൊന്നും ആഗ്രഹിക്കുന്നില്ല. മഹാത്മാക്കളെ കണ്ടാൽ സുഖമല്ലേ ചോദിക്കേണ്ട, അവർക്ക് സുഖമാണ്, സുഖമല്ലാണ്ട് ഒന്നുമില്ല. നമ്മളെ കണ്ടാൽ ചോദിക്കണ്ടോ സുഖം? ഇപ്പം മാറി മാറി ഇരിക്കുമല്ലോ. മഹാത്മാക്കൾക്ക് സുഖമല്ലാണ്ട് വേറൊന്നുമില്ല. അവരോട് സുഖമല്ലേ, എന്ത് സുഖമല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ. എന്താ അത്? അതപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസ്യ യത് കാര്യം മ്രിയമാണസ്യ സർവഥാ. മ്രിയമാണസ്യ പുരുഷസ്യ ഇഹ യത് കാര്യം. എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം, എന്തനുഷ്ഠിക്കണം? എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിവിടെ എന്ത് ചെയ്യണം എന്നാണ് ഇപ്പോൾ ആര് ചോദിച്ചത്? പരീക്ഷത്ത് ചോദിച്ചത്. പരീക്ഷത്തിന് വേണ്ടി ചോദിച്ചില്ല. നമ്മളാച്ച ചോദിക്കുന്നത് അറിയോ? തക്ഷകം വരാണ്ടിരിക്കാൻ ഇപ്പം എന്താ ചെയ്യണ്ടു അല്ലേ? ആ കാര്യമേ പരീക്ഷത്ത് ചോദിക്കുന്നില്ല. അദ്ദേഹത്തിന് മരണമൊന്നും വിഷയമില്ല. മരിക്കണതിൻ്റെ മുമ്പ് ഈശ്വരനെ അറിയണം. അതാണ് മോഹം. ഈ മോഹമാണ് നമുക്കും വേണ്ടത്. മരിക്കപ്പോൾ എന്താ കുഴപ്പം? എപ്പോഴാച്ചാൽ മരിക്കണതിൻ്റെ മുന്നേ ഈ തത്വങ്ങളൊക്കെ ഒന്ന് ബോധിച്ചാൽ അതാണ്. ഈ ജന്മം കിട്ടിയിട്ട് വേണ്ടതുപോലെ ഉപയോഗിക്കാണ്ട് അങ്ങോട്ട് പോയാൽ പന്നിയും പുഴുവൊക്കെ അങ്ങോട്ട് മരിക്കുന്നത് പോലെ മരിച്ചാൽ മതിയോ മനുഷ്യനായിട്ട്? അതുപോലല്ലോ. പുരുഷസ്യ യത് കാര്യം മ്രിയമാണസ്യ സർവഥാ. എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ഭാഗവതം. 1-ാമത്തെ സ്കന്ധം കഴിഞ്ഞു. ഈ ചോദ്യത്തോടു കൂടി അവിടെ സമർപ്പിക്കുകയാണ്. ഇപ്പോഴും ഭാഗവതം ആരംഭിച്ചില്ല. ഒരു ദിവസം കഴിയാറായി. ഇപ്പോഴും ഭാഗവതം ആരംഭിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രഥമസ്കന്ധം നമ്മളെയൊക്കെ പരീക്ഷത്താക്കിയതാണ്. നമ്മളൊക്കെ ഇപ്പോൾ പരീക്ഷത്തുമാരാവണം. ഈ കഥ ശ്രദ്ധിച്ചിട്ട് നമ്മളെ തന്നെയാണ് തക്ഷകൻ കടിക്കട്ടോ. മരണം എന്നാണ് തക്ഷകൻ എന്ന് പറഞ്ഞ താല്പര്യം. നമ്മളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. തക്ഷകൻ്റെ വായിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2025 26 27 28 പാമ്പിൻ്റെ വായൽ അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലമാകുന്ന തക്ഷകൻ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുഖം എവിടെയെന്ന്. നമുക്കും 7 ദിവസമേ ഉള്ളൂ ആഴ്ചയിൽ. ഏതെങ്കിലും ദിവസം മരിക്കും ഇല്ലേ? ഒന്നെങ്കിൽ തിങ്കളാഴ്ച, അല്ലെങ്കിൽ ചൊവ്വാഴ്ച, അല്ലെങ്കിൽ ബുധനാഴ്ച, അല്ലെങ്കിൽ വ്യാഴാഴ്ച, അല്ലെങ്കിൽ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ശനിയാഴ്ച, അല്ലെങ്കിൽ ഞായറാഴ്ച, അല്ലെങ്കിൽ അല്ലാതെ ഇപ്പോൾ 8-ാം ദിവസം മരിക്കുന്നത്. 7 ദിവസം തന്നെയാണ് നമുക്കും. എന്തെങ്കിലും ഒരു ദിവസം നമ്മളും പേപ്പറിൽ വരും. അതൊന്നും അറിയണം. അത് പേടിപ്പിക്കാൻ പറയല്ലേ ചോദിച്ചാൽ, അല്ല പേടിപ്പിക്കാൻ പറയല്ല. ഇത് വിഷയമാണ്. അത് തമാശയായിട്ട് കണ്ടാൽ മതി. എല്ലാം തമാശയായിട്ട് കണ്ടാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലർക്ക് മരണം എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും പേടി. അങ്ങനെ സന്ധിക്ക് അങ്ങനെയൊന്നും പറയരുത് തിരുമേനി, അങ്ങനെയൊന്നുമില്ല. ഇതിൽ ഭാഗവത്തിലെ വിഷയം തന്നെ മരണം. പരീക്ഷത്തിൻ്റെ മരണമാണ് ഇവിടെ വിഷയം. അങ്ങനെ ഭയക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് വരും വിളിക്കും ഞാൻ പോകും വാതിൽ ചാരാതെ അക്ഷണം. വന്ന് വിളിച്ചാൽ വയ്യ പറയാൻ പറ്റില്ല. നമുക്ക് ബാക്കിയുള്ളതൊക്കെ വയ്യ വരാൻ പറ്റില്ല എന്ന് പറയാം. ഈ ഭാരതന കഴിയട്ടെ എന്നൊക്കെ പറയാം. ഇത് പറയാൻ പറ്റുമോ? നിൽക്കട്ടെ, പ്രസംഗം കഴിയട്ടെ, 1 മിനിറ്റ്, ചപ്പാത്തി കഷ്ണം ബാക്കിയിട്ട് ഇത് കഴിച്ചിട്ട് ഞാൻ വരാം. അതൊന്നും നടക്കില്ല. വന്ന് വിളിച്ചാൽ പോകാമെന്നല്ലാതെ. പണ്ടൊരു നമ്പൂരി ഇങ്ങനെ ഊണഴിക്കുമ്പോൾ കാളന, വൈഫ് ഉണ്ടാക്കിയത് കാളന. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വലിയ ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, രാത്രി തന്നെ മതിർത്ത് വെച്ചോളൂ പറഞ്ഞു. അത് കേട്ടപ്പോൾ പെണ്ണുന്നൊരു ചിരി. അത് കാലന, കള്ളനല്ല, കാലൻ പിന്നെന്ന് അങ്ങനെ ചിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ചിരിക്കുന്നത് എന്താ വെച്ചാൽ, വൈകുന്നേരം തെക്കേ പറമ്പുന്ന ഇയാളുടെ എന്നാലും മോഹം കണ്ടില്ല എടുത്തു വയ്ക്കാൻ. അത്രയേ ഉള്ളൂ. വൈകുന്നേരം എന്താവും നമുക്ക് നിശ്ചയില്ല. അങ്ങനെയുള്ള നമ്മളാണ് 2032, 38, 47, 56 പറഞ്ഞിരിക്കുകയാണ്. അതെന്തിനു ചോദിച്ചാലും ഒന്ന് തയ്യാറാവാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. പേടിപ്പിക്കാൻ പറയല്ല. നമ്മളൊക്കെ നാളെ മരിക്കുന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ആർത്തി കുറയും. അതിനാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് മനസ്സുകൊണ്ടൊന്ന് പരീക്ഷിത്തമാരാവുക. എല്ലാം മനസ്സുകൊണ്ടൊന്ന് വിടുക. തൽക്കാലം 7 ദിവസത്തേക്ക് കഴിഞ്ഞൊക്കെ എടുത്തോളും. ഞാൻ 7 ദിവസത്തേക്കൊന്നൊക്കെ വിട്ട മാതിരി നിൽക്കുക. എൻ്റെ അവസ്ഥയാണ് ഈ വർണ്ണിക്കുന്നത്. ഞാനാണ് ഭാഗവതം കേൾക്കേണ്ടത്. എനിക്ക് വേണ്ടിയാണ് ഈ തത്വം വർണ്ണിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഇപ്പം ഈ ഒരു സ്കന്ധം. സർവസംഘ പരിത്യാഗിയായ ഒരു ശിഷ്യൻ, ജിജ്ഞാസുവായിട്ടുള്ള ശിഷ്യൻ ജ്ഞാനിയായ ഒരു ഗുരുനാഥനെ ആശ്രയിച്ചു എന്നതാണ് ഇപ്പം 1-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞത്. എല്ലാം വിട്ട് ആ ഗുരുനാഥനെ ആശ്രയിച്ച ശിഷ്യൻ്റെ കഥ. ഇനി ആ ഗുരുനാഥൻ്റെ ഉപദേശമാണ്. അതാണ് 2-ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത് തന്നെ. ശിഷ്യൻ്റെ ആ ഒരു ശ്രദ്ധയെ
പുകഴ്ത്തുകയാണ്. വരീയാൻ ഏഷത്തെ പ്രശ്ന. വളരെ നന്നായി, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. വരീയാൻ എന്ന് പറഞ്ഞാൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നേരെയാവില്ല. ഗുഡ് പറഞ്ഞാൽ നന്നായി, ബെറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നേരെയായി, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നന്നാവില്ല. അതൊരു ചോദ്യം, അസലായി ഞങ്ങളുടെ ചോദ്യം. ഇതിനിപ്പം ഇതിൽ നല്ലൊരു ചോദ്യം ചോദിക്കാനില്ല കേട്ടോ. ഒരു മനുഷ്യൻ നേരെയാണെന്ന് എന്താ വഴിയുന്നു? ഇതിലപ്പുറം എന്താ ചോദിക്കണ്ടോ? കൃതോ ലോകഹിതം നൃപ. അങ്ങ് ചെയ്തതൊക്കെ ലോകഹിതമാണ്. അങ്ങേക്ക് വേണ്ടിയല്ല ചോദിച്ചത്. മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നേരെയാവാൻ എന്താ വഴി? പരീക്ഷത്ത് നേരെയാവാൻ എന്താ വഴി എന്നല്ല. വളരെ നന്നായി, ആത്മജ്ഞാനികൾക്ക് സമ്മതമായിട്ടുള്ള കാര്യമാണ് അങ്ങ് ചോദിച്ചത്. ഇവിടെ കേൾക്കാൻ അനവധിയുണ്ട്, പറയാൻ അനവധിയുണ്ട്. പക്ഷെ ആരും ഇപ്പം വേണ്ടതൊന്നും കേൾക്കണില്ല കേട്ടോ. അങ്ങനെ എന്തോ യാന്ത്രികമായിട്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. രാവിലെ എണീക്കുന്നു, ഉച്ചയ്ക്ക് അങ്ങനെ കഴിയല്ലേ? രാവിലെ അങ്ങോട്ട് ഓടുക. എന്തിനാ ഓടണം, എങ്ങോട്ടാ ഓടണം ചോദിച്ചാൽ ഒന്നും ഉത്തരമൊന്നുമില്ല. കുറേ കാശുണ്ടാക്കേണ്ട, അവിടെ വെക്കേണ്ടത് താൻ തന്നെ കാണുന്നില്ല, ഉപയോഗിക്കണമില്ല. അങ്ങനെ പോകും എന്നല്ലാതെ. നിദ്രയാ ഹ്രിയതേ നക്തം. രാത്രി മുഴുവൻ കിടന്നുറങ്ങിപ്പോകുന്നു. വ്യവായേ നചവാവയഹ ദിവാച അർത്ഥേഹയാ രാജൻ. പകല് മുഴുവൻ പണിയെടുക്കുന്നു, പണം ഉണ്ടാക്കാൻ ഓടി നടക്കുന്നു. ആരും വേണ്ടതുപോലെ ജീവിക്കുന്നില്ല. ചോദിച്ചാൽ ജീവിക്കാൻ എന്നാ പറയാ, പക്ഷെ ആരും ജീവിക്കുന്നത് കാണുന്നില്ല. എന്തിനാ അങ്ങനെ പണിയെടുക്കണു? ജീവിക്കാൻ. ഒരാളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക, അത്യധ്വാനം ചെയ്യണമെന്ന് കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനപ്പം ഇങ്ങനെ കഷ്ടപ്പെടണം? ഒന്നൊന്ന് ആസ്വദിച്ച് വലിയ വിഷമമൊന്നും ഇല്ലാണ്ട് ചെയ്താൽ പോരെ? എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കുമ്പോൾ പോയി നോക്കിയപ്പോൾ അയാൾ വായു വലിച്ചിങ്ങനെ കഴിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ കഴിക്കണമെന്ന് ആസ്വദിച്ച് കഴിച്ചുകൂടെ? പണിയെടുക്കണ്ടേ? പണിയെടുക്കുമ്പോൾ കഴിക്കണ്ടേ? കഴിക്കുമ്പോൾ രണ്ടു നേരാവണ്ണം ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒന്ന് നേരാവണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇതല്ലേ ഇപ്പോൾ നമ്മുടെയും കഥ. അങ്ങനെ കഴിയണോ? ആർക്ക് വേണ്ടി ചോദിച്ചാൽ ഭാര്യയെ നോക്കണ്ടേ? മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കണത് എന്നൊക്കെയാ. മക്കൾ അച്ഛനെ കാണുന്നില്ല. രാവിലെ 5 മണിയാകുമ്പോഴേക്ക് അച്ഛൻ പോയിട്ടുണ്ടാവും. 10 മണിക്ക് മക്കൾ കിടന്നിട്ട് അച്ഛൻ എത്തുന്നുള്ളൂ. ഒരു കട്ടിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ എന്തുവരെ 16 കൊല്ലമായി കണ്ടില്ല. ഇതാണ് പല വീടുകളുടെ അവസ്ഥ. അച്ഛനോട് സംസാരിച്ചെത്രയായി ചോദിച്ചാൽ അച്ഛനോടിപ്പോൾ സംസാരിച്ചിട്ട് 2025 ഒരു വീട്ടിലാ അല്ലേ? ആലോചിക്കും. നിദ്രയാ ഹ്രിയതേ നക്തം. എന്നിട്ട് മകൻ എന്ന് പറയുന്നുണ്ട്, മകൾ എന്ന് പറയുന്നുണ്ട്, ഭാര്യ എന്ന് പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും മുണ്ടലൊന്നുമില്ല. ഒരുമിച്ച് കിടക്കണു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭാര്യ മെസ്സേജ് അയക്കുക ഭർത്താവിന്, ഒന്ന് വിട്ട് കിടക്കും, ചൂടെടുക്കണം വാട്സപ്പിൽ. അങ്ങനെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അങ്ങനെ എല്ലാവരും മൊബൈലിലാണ്. ആർക്കും അങ്ങനെ ഒന്നും വേണം, സന്തോഷമായിട്ടിരിക്കണം എന്നില്ല. അങ്ങനെ പോവുക, ഒരു ദിവസം മരിക്കുക എന്നല്ലാതെ. ആരിങ്ങനെയൊക്കെ ആലോചിക്കുന്നു? മോക്ഷത്തെ പറ്റിയൊക്കെ ആര് ചിന്തിക്കുന്നു? ആത്യന്തികമായ ദുഃഖനിവൃത്തിയെ പറ്റിയൊന്നും ഇപ്പം ആർക്കും ചിന്ത തന്നെ ഇല്ല. ജീവിക്കാൻ മറന്നുപോയി. ശാന്തിയില്ല, സമാധാനമില്ല. അങ്ങനെ ഇങ്ങോട്ടൊരു ദിവസം മരിച്ചു പോകാന്നല്ലാതെ. പക്ഷെ നമ്മളങ്ങനെ മരിച്ചു പോകാൻ പാടില്ല. പരീക്ഷത്തെ നമ്മളൊക്കെ എന്താ വിളിച്ചത്? ഈ ഭാരതത്തിൽ ജനിച്ചവനാണ്. ഭാരതവംശത്തിൽ ജനിച്ച് നമ്മളൊക്കെ ഇങ്ങനൊരു പുണ്യഭൂമിയിൽ വന്നിട്ട് ഈ തത്വം അറിയാതെ പോകുമെന്ന് പറഞ്ഞാൽ എത്ര മോശാത്. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരിഹി. ഞാൻ ഉത്തരം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? അഭയം ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ തന്നെയാണ് ഭജിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത്, കീർത്തിക്കേണ്ടത്, കേൾക്കേണ്ടത്. ഭഗവാനെ പറ്റിയ ഈ ജന്മം സഫലമാവാനുള്ള വഴി ഞാൻ പറയാം. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അവസാനത്തിലെങ്കിലും എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിൻ്റെ മുമ്പെങ്കിലും ഈ കാണുന്നതൊക്കെ ഭഗവാന്റെ സ്വരൂപ. ഒന്നിനോടും രാഗവുമില്ല, ദ്വേഷവുമില്ല. എന്ത് കാണുമ്പോഴും പുഞ്ചിരി. ഒക്കെ ഭഗവാന്റെ സ്വരൂപം. യാതൊന്നു കാണുന്നതോ നാരായണ പ്രതിമ. അതിപ്പോൾ പാടുന്നുണ്ട്, പാടിയാൽ പോരല്ലോ. അത് പാടുന്നത് തന്നെ എങ്ങനെ? യാതൊന്നു കാണുന്നതോ നാരായണ പ്രതിമ. ആ പ്രതിമ പോയി. ഒരു കൊതുകിനെ നാരായണനായിട്ട് തോന്നുന്നില്ല. അവ ചൊല്ലുമ്പം എല്ലാം നാരായണൻ എന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ അതല്ലല്ലോ. പറയുന്നൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പ്രവൃത്തി വേറെയാണെങ്കിൽ എന്താ കാര്യം? മരിക്കുന്നതിൻ്റെ മുമ്പെങ്കിലും ഈ കാണുന്നത് മുഴുവൻ ഈശ്വരൻ എന്നറിയാൻ സാധിക്കുക. അതാണ് ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം. അതിനുള്ള അഭ്യാസം ഇപ്പോഴേ തുടങ്ങണം. മരിക്കാൻ നേരത്തെ തുടങ്ങിയിട്ട് കാര്യമില്ല. തൽക്കാലം പഠിക്കട്ടെ. 90 വയസ്സ് കഴിഞ്ഞിട്ട് ആലോചിക്കാൻ പറഞ്ഞാൽ പറ്റില്ല. ഇപ്പം തന്നെ മനസ്സ് നമ്മുടെ കയ്യിലല്ല. പ്രായമാവും തോറും കയ്യിൽ നിന്ന് അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിടിച്ച് നേരെയാക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കണേ. അതാണ് അന്തേ നാരായണ സ്മൃതി. അവസാനം എന്താ നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഉള്ളത് നമുക്ക് കുറച്ചൊക്കെ നിശ്ചയുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രായമാകുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പകാലത്തിലൊക്കെ ഇതൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ വെല്ലുവിളി പ്രായമാകുമ്പോഴാണ്. ചെറുപ്പം എന്ന് വെച്ചാൽ ചെറുപ്പമാണ് വലിയ. ചെറുപ്പത്ത് വെല്ലുവിളിക്കണം.
വലിയ പണിയൊന്നുമില്ല. അതൊക്കെ അഭ്യസിച്ചങ്ങനെ വെച്ചാൽ നാളെ ഭാവിയിൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പം, പ്രതികൂല സാഹചര്യം വരുമ്പം എങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ചെറുപ്രായത്തിലുള്ളിൽ എത്തിച്ചില്ലെങ്കിൽ പ്രയാസം. അതുകൊണ്ട് അവസാനത്തിലെങ്കിലും ഈശ്വര സ്മരണ ഉണ്ടാവണം. അതാണ് മുഖ്യം. പരീക്ഷത്തിന് പ്രയാസം തോന്നുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും തനിക്ക് കുറേ വൈകിപ്പോയില്ലേ. ഇനിയിപ്പോൾ 7 ദിവസം ആയുസുള്ളൂ. താൻ പേടിക്കണ്ടോ? കെട്ടുവാങ്കന്നവരായിട്ടുള്ള രാജാവ്, തൻ്റെ പൂർവികൻ, ഒരു മുഹൂർത്തം കൊണ്ട് ഭഗവാനിലെത്തിയിട്ടുണ്ട്. നമുക്കിതൊന്നും പേടിക്കാനില്ല. ഭഗവാനെ വേണമെന്ന് വിചാരിച്ചാൽ അധികം സമയമൊന്നും ആവശ്യമില്ല. വേണമെന്നില്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് 7 ജന്മം കിട്ടിയിട്ട് കാര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ 7 മിനിറ്റ് വേണ്ട, 7 സെക്കൻഡ് വേണ്ട, ഭഗവാനെ കിട്ടും. ഉറപ്പായി. ധൈര്യം വന്നു. ശരീരത്തെ അടക്കാൻ തനിക്കിപ്പോൾ പ്രയാസമൊന്നുമില്ലല്ലോ. താൻ ഇപ്പോൾ ഇത്ര നേരം ഇവിടെ ഇരിക്കുന്നില്ലേ. മനസ്സിനെ അടക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിനുള്ള വഴി ഞാൻ പറയാം. ആദ്യം പ്രാണായാമം, പ്രാണനെ അടക്കുക, ശ്വാസത്തെ നിരീക്ഷിക്കുക. കുറച്ചു നേരം നിരീക്ഷിക്കുമ്പോൾ ചിന്തകളൊക്കെ മെല്ലെ മെല്ലെ അടങ്ങും. കാരണം മനസ്സും പ്രാണനും ഒരു ദിക്കിൽ നിന്നാണ് ഉദിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ അടക്കാൻ വേണ്ടി കഷ്ടപ്പെടണ്ട. പ്രാണനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം വലിക്കുക, മെല്ലെ അകത്തേക്ക് എടുക്കുക, കുറച്ചു നേരം അവിടെ വയ്ക്കുക, മെല്ലെ പുറമേക്ക് വിടുക. അതൊന്ന് നിരീക്ഷിച്ചാൽ തന്നെ മെല്ലെ 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 ചിന്തകൾ അങ്ങനെ അടങ്ങും. ചിന്തകൾ അടങ്ങുമ്പോൾ നല്ല സമാധാനം ഉണ്ടാവും. അങ്ങനെ അടങ്ങിയ മനസ്സിൽ ഏതെങ്കിലും ഇഷ്ടദേവനെ ആരാധിക്കണം നല്ലതാണ്, ധ്യാനിക്കണം നല്ലതാണ്. ഇത് വിഷ്ണു പുരാണം ആയതുകൊണ്ട് വിഷ്ണു ഭഗവാന്റെ രൂപം വർണ്ണിച്ചു. ചിലർക്കത് പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ കണ്ണ് തുറന്ന് ധ്യാനിക്കുക. നല്ല ശ്വാസം വലിച്ചും കൊണ്ട് കണ്ണ് തുറന്ന് കാണുന്നതൊക്കെ ഭഗവാനായിട്ട് കാണുക. ഭഗവാന്റെ അംഗങ്ങളായിട്ട് ഭാവന ചെയ്യുക. ആകാശത്തെ ഭഗവാന്റെ ശിരസ്സായിട്ട് കണ്ടോളൂ, കാർമേഘങ്ങളെ മുടിയായിട്ട് കണ്ടോളൂ, നക്ഷത്രങ്ങളെ നെക്ലേസായിട്ട് കണ്ടോളൂ, സൂര്യനും ചന്ദ്രനും കണ്ണുകളായിട്ട് കണ്ടോളൂ, പർവ്വതങ്ങൾ അസ്ഥിയായിട്ട് കണ്ടോളൂ, നദികൾ നാഡിയായിട്ട് കണ്ടോളൂ, വൃക്ഷങ്ങൾ രോമങ്ങളായിട്ട് കണ്ടോളൂ. ഇതാണ് സ്ഥൂലമായ ധ്യാനം. കാണുന്നതൊക്കെ ഭഗവാന്റെ രൂപമാണ്, ഇതൊക്കെ ഭഗവാന്റെ അംഗങ്ങളാണ്. ഏതാവാനസ്യ മഹിമ, ഈ കാണുന്നത് ഭഗവാന്റെ മഹിമയാണെന്ന് വിചാരിച്ചറിയാം. ചിലർക്കത് പറ്റില്ല, തോന്നണ്ടേപ്പത്. ചിലരൊക്കെ കാണുമ്പം ഈശ്വര തോന്നച്ചാൽ കുറച്ച് ഞെരുക്കം തന്നെയാണ്. തോന്നണില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അവരോട് പറയുകയാണ്, തൽക്കാലം നിങ്ങൾക്ക് കേമൻ തോന്നുന്നവരിൽ ഈശ്വരനെ കാണും ആദ്യം. പിന്നെ അങ്ങോട്ട് മനസ്സിലാക്കണം ഒക്കെ ഈശ്വരൻ തന്നെയാണ്. നമുക്കിപ്പോൾ അയാൾ ഈശ്വരീയത തോന്നാത്തത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്, നമ്മുടെ ഉള്ളത് വിദ്വേഷമുള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അയാളുള്ളത് ഈശ്വരൻ തന്നെയാണ്. മെല്ലെ 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 അറിയാൻ ശ്രമിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ഈ 2 വിദ്യകളും പറ്റണില്ലെങ്കിലേ പിബന്തിയേ ഭഗവതാത്മനസ്സതാം. സജ്ജനങ്ങൾ ഭഗവാന്റെ കഥകൾ പറയുമ്പം അത് കുടിക്കുക. പിബന്തി, ചെവി കൊണ്ട് അങ്ങനെ കുടിച്ചാലും ഹൃദയത്തിൽ സത്വഗുണം വർദ്ധിക്കും, മനസ്സൊതുങ്ങും, അടങ്ങും, ഭഗവാനിലേക്ക് എളുപ്പമെത്താൻ സാധിക്കും. അപ്പോഴാണ് അവിടെ വെച്ച് പരീക്ഷത്ത് സൃഷ്ടിയെപ്പറ്റി ചോദിച്ചു. അത് പറഞ്ഞു തരണമെങ്കിൽ പരീക്ഷത്തെ ഭഗവാന്റെ അനുഗ്രഹം കൂടാണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ ഭഗവാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. അതാണ് ശുഖസാരസ്വതം. ഈ പരീക്ഷത്തിന് മനസ്സിലാവണ വിധം ഭഗവാനെ എന്നെക്കൊണ്ട് അങ്ങ് പറയിപ്പിക്കണേ. ഇപ്പം മുന്നിലിരിക്കുന്നത് പരീക്ഷത്താണ്. അദ്ദേഹത്തിന് മനസ്സിലാവണ മട്ടിൽ അങ്ങ് എന്നെക്കൊണ്ട് പറയിപ്പിക്കണം. എൻ്റെ നാവിൽ അങ്ങ് വന്നിരുന്ന് വേണ്ടതൊക്കെ ചെയ്യുക. സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസിമേ. ആ ഭഗവാൻ എൻ്റെ നാവിനെ അലങ്കരിക്കട്ടെ. അതാണ് അതിൻ്റെ സാരം. സൃഷ്ടിയെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിനെപ്പറ്റി പറയാൻ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പരീക്ഷത്തെ. കാരണം ജ്ഞാനികളെ സംബന്ധിച്ച് സൃഷ്ടി എന്നൊന്നുമില്ല. ഇല്ലാത്തതിനെ പറ്റി എങ്ങനെയാണ് പറയുക? എന്നാലും പറയാറുണ്ട് കേട്ടോ. ഉപനിഷത്തിലൊക്കെ പല രീതിയിൽ പറയാറുണ്ട്, പുരാണങ്ങളിൽ പല രീതിയിൽ പറയും. ഇവർ തമ്മിൽ യോജിപ്പൊന്നുമില്ല. അത് തന്നെ മനസ്സിലാക്കാൻ വാസ്തവത്തിൽ ഇത് ഇല്ലാത്തൊരു കഥയാണ്. ഒരു തുടക്കത്തിന് വേണ്ടി ഒരു കഥ പറയുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ പറയണം. എന്നാൽ അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. ഇല്ലാത്തതിനെ പറ്റി പറയുക, അങ്ങനെ പറയാറില്ല. അങ്ങനെ പറയുന്ന രീതിയൊക്കെ ഉണ്ട്. വന്ധ്യാപുത്രൻ മരുമരീചികയിൽ മുങ്ങി ആകാശകുസുമൻ ചൂടി മുയൽക്കൊമ്പുമായി വരുന്നു. നമ്മളിങ്ങനെ കാണും. ഇത് കണ്ടു. വന്ധ്യയ്ക്ക് പുത്രൻ ഉണ്ടാവില്ല. മരുമരീചികയിൽ മുങ്ങാൻ പറ്റില്ല, മരുമരീചികയില്ല. ഇതൊക്കെ ഇല്ലാത്തതാണ് പറഞ്ഞത്. മുയലിന് കൊമ്പില്ല, ആകാശത്ത് പുഷ്പവുമില്ല. നമ്മളത് കേട്ടപ്പോൾ അങ്ങനെ എന്തോന്നും തോന്നിയില്ലേ? അതന്നെ. ഇതുപോലെ തലക്കാലം ഒരു ഭ്രമം ഉണ്ടാക്കുകയാണ്. വാസ്തവത്തിൽ സൃഷ്ടി ഇല്ല പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല, വിളക്കില്ല പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? തൽക്കാലം വിളക്കുണ്ട് എന്ന് പറയും, പിന്നെ പറയും വിളക്കല്ല കേട്ടോ, ഓടാ, ഓട് മാറ്റിയ വിളക്കില്ല കേട്ടോ. അതില്ല. ആദ്യം വിളക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് ആദ്യം നമ്മൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് തൽക്കാലം നമുക്ക് വേണ്ടി ജ്ഞാനികൾ സമ്മതിക്കുകയാണ്, ശരി എന്നാൽ വിളക്കുണ്ട്, സൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞ് അവസാനത്തിലേക്ക് എവിടെ എത്തും? സൃഷ്ടിയും സ്ഥിതിയും സംഹാരമൊന്നുമില്ല, ഉള്ളത് ബ്രഹ്മം മാത്രം. അതിൽ ഉണ്ടെന്ന് തോന്നുന്നു. ആ ബ്രഹ്മം മാത്രമാണെന്ത്? പ്രപഞ്ചം. ഉള്ള കയറിൽ ഇല്ലാത്ത പാമ്പിനെ തോന്നുക, ഉള്ള ഈശ്വരനിൽ ഇല്ലാത്ത പ്രപഞ്ചത്തെ കാണുക, എന്നിട്ട് ദുഃഖിക്കുക. ഈശ്വരനാന്ന് പറഞ്ഞാൽ ദുഃഖം പോയി. മുല്ലമാലയെന്ന് പറഞ്ഞാൽ ദുഃഖമില്ല. വെളിച്ചമില്ലാണ്ട് പാമ്പാ തോന്നിയാൽ ദുഃഖമായി. മുല്ലമാലയാണ് വാസ്തവത്തിൽ, നല്ല സുഗന്ധമുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. എന്നിട്ടും ദുഃഖിക്കുക. വെളിച്ചമില്ലാത്തതുകൊണ്ടാണ്, അറിവില്ലാത്തതുകൊണ്ടാണ്.
അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. എന്നാലും കഥാരൂപത്തിൽ ഞാനൊന്ന് പറയാം, തനിക്ക് മനസ്സിന് പിടികിട്ടാൻ വേണ്ടിയിട്ട്. പണ്ട് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്? അത് ദേവി ഭാഗവതാണെങ്കിൽ ദേവി എന്ന് പറയും. ഇത് വിഷ്ണു ഭാഗവതായതുകൊണ്ട് വിഷ്ണു. ശരി. പരബ്രഹ്മം വ്യക്താവ്യക്തമിതെന്ന കിഞ്ചിത് അഭവത്. അന്ന് വ്യക്തമായോ അവ്യക്തമായോ ഒന്നുമില്ല, ആനന്ദം മാത്രം. പാലാഴിയിൽ അങ്ങനെ ഭഗവാൻ പള്ളി കൊള്ളുന്നു ധ്യാനിച്ചോളൂ അനന്തപത്മനാഭൻ. കിട്ടിയില്ലേ? നമുക്ക് കിട്ടുന്ന ഭാഗത്ത് പറയണം. അദ്ദേഹം ശാന്തനായും കൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാന് തോന്നി ഒരു സത്സംഗമായാലോ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല, ഭജന പാടാൻ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ രസമല്ലേ എന്ന് തോന്നി തൻ്റെ നാഭിയിലേക്ക് നോക്കി. നാഭിയിൽ നിന്നൊരു താമര വിടർന്നു. ആ താമരയാണ് ഈ കാണുന്ന പ്രപഞ്ചം. അപ്പോൾ അത് എവിടെ നിന്നുണ്ടായി? ഭഗവാനിൽ നിന്നുണ്ടായി. ഭഗവാനിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അന്യമായ ഒന്നല്ല. ഓടിൽ നിന്നുണ്ടായ വിളക്ക് ഓടല്ലാണ്ട് മറ്റൊന്നാണോ? ആണോ? എന്നിട്ട് വിചാരം ചെയ്യുക. ഓടിൽ നിന്നുണ്ടായ വിളക്ക് ഓടന്നെയാണ്. വാസ്തവത്തിലുണ്ടായി വെച്ചുണ്ടായിട്ടൊന്നും ഇല്ലായിരുന്നു. നോക്കിയാൽ ഓടിന് മാറ്റമുണ്ടോ? മാറ്റമില്ല. അത് വിചാരം ചെയ്യാനുള്ള വഴിയാണ്. ആ താമര വിടർന്നു. അതിൽ നിന്നൊരു ആള്, അതാണ് ബ്രഹ്മാവ്. അതും ഭഗവാനല്ലാണ്ട് വേറൊരാളെ തോന്നുന്നുണ്ടോ? അതും ഭഗവാൻ തന്നെ. ചുറ്റും നോക്കി. അവ നോക്കിയപ്പം 4 തല: മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതാണ് 4 തല. അന്ധക്കരണത്തെയാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞത്. ഈ കാണുന്ന പ്രപഞ്ചത്തെയാണ് താമര എന്ന് പറഞ്ഞത്. ഇതിന് അടിസ്ഥാനമായ ബോധം അതാണ് ബ്രഹ്മം, അതാണ് ഈശ്വരൻ, ഇവിടെ വിഷ്ണു എന്ന് പറഞ്ഞത്. ഇനി നമ്മളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ നമ്മളൊക്കെ വിഷ്ണു ഭഗവാനാണ്. ഉറങ്ങുമ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? പാലായില നല്ല സുഖമാണ്. ഉറങ്ങുമ്പോൾ നല്ല. ഉണർന്നാൽ പിന്നെ ദുഃഖം വരികയും. മനസ്സ് പൊന്തി. ആ മനസ്സാണ് ബ്രഹ്മാവ്. മനസ്സാണ് സൃഷ്ടിക്കണതൊക്കെ. നല്ലതും മോശമൊക്കെ സൃഷ്ടിക്കണതാരാ? മനസ്സാണ്. ദുഃഖിക്കണതാരാ? മനസ്സാണ്. മനസ്സിനോട് ഞാൻ അങ്ങോട്ട് ചേരുമ്പോൾ എനിക്ക് ദുഃഖമായി. മനസ്സങ്ങോട്ട് മാറ്റാൻ പറ്റിയാൽ ദുഃഖം മാറണില്ലേ? ഇല്ലേ? മനസ്സിനെ മാറ്റാനുള്ള വിദ്യയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ ദുഃഖം മാറാറുമുണ്ട്. തൽക്കാലം ഒന്ന് വിട്ട് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് സമാധാനമായിട്ടിരിക്കാനൊക്കെ പറ്റും. ചില പാട്ടൊക്കെ കേട്ട് അതിലങ്ങോട്ട് മുഴുകിപ്പോയാൽ ദുഃഖം പോയിട്ട് അത് ഓഫായാൽ വീണ്ടും മനസ്സ് വേറൊന്നിൽ എൻഗേജഡ് ആയാൽ അത് പോയി. ഇപ്പം നമുക്കിപ്പം വലിയ ദുഃഖമില്ലല്ലോ, കാരണം അത് ശ്രദ്ധിക്കണോണ്ടാണ്. അത് നിർത്തിയാലോ പുസ്തകം മടക്കിയാൽ വീണ്ടും എവിടെയെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. ചിലർ പറയും ഭാഗവതം കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ടത്. അത് ഭാഗവതം കേട്ട സുഖമല്ല, വേറെ പലതും കേൾക്കാത്ത സുഖമാണ്. അത്രയേ ഉള്ളൂ. ആ സമയത്ത് വേറെ വേണ്ടാത്ത ചിന്ത ഇല്ല എന്നുള്ള സുഖമാണ്. ചിലരൊക്കെ നല്ല ഉറക്കമായിരിക്കും. എന്നിട്ട് പറയും അസലായിരിക്കും. അല്ല, ഉറങ്ങിയാലും സുഖം തന്നെയാണ്, വേറൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഇത് കേട്ടാലും ഉറങ്ങിയാലും സംഗതി ഈ സമയം വേറൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ള ലാഭമുണ്ട്. അതുകൊണ്ട് ഉറങ്ങിയാലും തെറ്റില്ല. ഉറങ്ങണത് കുറ്റമൊന്നുമില്ല കേട്ടോ. ഭാഗവതം കേട്ട് ഉറങ്ങണത് ഒരു കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും കേട്ട് ഉറങ്ങുന്നത് കുഴപ്പമാണ്. ഭാഗവതം കേട്ട് ഉറങ്ങണതിന് ഒരു കുഴപ്പമില്ല. കാരണം ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടെന്ന് അർത്ഥം. വീട്ടിൽ നിന്ന് സാധിക്കുന്നില്ല. മറ്റേ മെത്തയൊക്കെ വാങ്ങിക്കൊണ്ട് ഓൺലൈനിലെ മറ്റേ മെത്ത ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതൊക്കെ വിരിച്ച് നല്ല AC റൂമിൽ തിരിഞ്ഞും പറഞ്ഞും കിടക്കുക ഉറക്കമില്ല. ഇതിവിടെ കസേരയിൽ ഇരുന്നിട്ട് അങ്ങനെ തലയണയിൽ ഒന്നുമില്ലാണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സമാധാനം ഭാഗവതം കേൾക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ? അതിനാണ് അർത്ഥം. സമാധാനമാകുന്നു. ആ സ്ഥലത്തങ്ങോട്ട് എത്തുമ്പം ശാന്തി, സമാധാനം. അതാണ് ഉറങ്ങാൻ പറ്റുന്നത്. അതുതന്നെയാണ് വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞത്. ഉണർന്നാൽ മനസ്സ് പൊന്തി. അതാണ് ഈ കാണുന്നതൊക്കെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടികർത്താവായിട്ട് ബ്രഹ്മാവിനെ കണക്കാക്കുന്നത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം പറയുമ്പം 4 ഉണ്ടെങ്കിലും ഒന്നായിട്ട് നമ്മൾ കൽപ്പിക്കാറുണ്ട്. അന്ധക്കരണം ബ്രഹ്മാവ് എന്ന് പറയാം. 4 തല എന്നൊക്കെ സൂചിപ്പിച്ചു. ബ്രഹ്മാവ് ഉണ്ടായ സമയത്ത് താൻ ആരെന്ന് ചിന്തിക്കുകയാണ്. ഞാൻ എവിടുന്ന് പോകും? നമുക്കുണ്ട് അങ്ങനെ 2 ഞാനൊക്കെ ഇടയ്ക്കുണ്ടാവാറുണ്ട്. ഉറങ്ങുമ്പോഴുള്ള ഞാനല്ല, ഉണർന്നാലുള്ള ഞാൻ ആണോ? ഉറങ്ങുമ്പോൾ സന്തോഷിക്കുന്ന ഞാനാണ്, ഉണർന്നപ്പോഴോ ദുഃഖിക്കുന്ന ഞാനായി. സ്വപ്നം കാണുമ്പോഴോ വേറൊരു ഞാനാ. സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ഞാൻ ഓടുകയാണ്, പിന്നാലെ ഒരു നായ വരുന്നു. ആരാ കാണുന്നത്? ഞാനാ കാണുന്നത്. ആരാ ഓടണത്? ഞാനാ ഓടുന്നത്. ആരാ ഓടുന്നത്? ഞാൻ. ആരാ കാണുന്നത്? അത് ഞാൻ. എന്തെങ്കിലും 2 ഞാൻ ഉണ്ടാവും. അതാ പറയണത്. പല ജ്ഞാനങ്ങളാണ്. ഇപ്പം ഈ ജാഗ്രത അവസ്ഥയിലും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ ശരിക്കുള്ള നിങ്ങളുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പേരിൽ പറയാത്ത ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. നീ പറഞ്ഞടാ, ഞാനില്ലെങ്കിൽ നീ മുണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഞാൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ ജാഗ്രത അവസ്ഥയിൽ അതിനെ അറിയാൻ പറ്റണില്ല. സുഷുപ്തി അവസ്ഥയിൽ അത് അറിയുന്നുണ്ടെങ്കിലും നമുക്ക് ഉണർന്നിട്ട് ചിന്തിക്കാനേ പറ്റണുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം എവിടെ മാത്രമേ ഉള്ളൂ? ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിലും സ്വാതന്ത്ര്യമില്ല, സുഷുപ്തിയിലും സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് വിവേകിയായിട്ടൊരു മനുഷ്യൻ ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കത്തെ പറ്റിയോ സ്വപ്നത്തെ പറ്റിയും വിചാരം ചെയ്ത് ആ ബോധത്തെ അറിയേണ്ടതാണ്, അറിയാൻ ശ്രമിക്കണം. അതാണ് ഇപ്പോൾ ഈ കഥ വർണ്ണിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം ഇവിടെ മാത്രമേ ഉള്ളൂ വിചാരം ചെയ്യാൻ. അത് വിചാരം ചെയ്യൂ.
ബ്രഹ്മാവ് അങ്ങനെ വിചാരം ചെയ്തു. അപ്പോഴാണ് തപഹ ശബ്ദം കേൾക്കുകയാണ്, തപസ് ചെയ്യൂ. അദ്ദേഹം ഉള്ളിലേക്ക് തിരിഞ്ഞു, ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് തിരിച്ചു. അവിടെ വൈകുണ്ഠം കണ്ടു, ദുഃഖം നീങ്ങി. അവിടെ ഭഗവാൻ അദ്ദേഹത്തെ തത്വം ഉപദേശിച്ചു കൊടുത്തു. ഞാൻ തന്നെയാണ് അങ്ങ്, ഞാനല്ലാണ്ട് വേറൊന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് എന്ത് കർമ്മം ചെയ്യുമ്പോഴും തന്നെ ബാധിക്കാണ്ടിരിക്കണമെങ്കിൽ എനിക്ക് സമർപ്പിച്ചും കൊണ്ട് ചെയ്താൽ മതി. കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നും, പക്ഷെ അതത്ര എളുപ്പമല്ല. ബ്രഹ്മാവ് ആ മട്ടിൽ അങ്ങോട്ട് കർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം സൃഷ്ടി തുടങ്ങി. പക്ഷേ ഉപദേശം കേട്ടെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നമ്മളും ഭാഗവതമൊക്കെ കേട്ടെങ്കിലും പഴയ പോലെ തന്നെ ജീവിക്കുക. അതങ്ങോട്ട് കേട്ടു, അതൊക്കെ അങ്ങനെ കേൾക്കാൻ കൊള്ളുന്നല്ലാണ്ട് ഇതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്ന കുറേ പേരെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. പറയാനൊക്കെ കൊള്ളുണ്ടോ, അതോ പ്രസംഗിക്കുകയൊക്കെ ചെയ്യാം, തിരക്കിടൊന്നുമില്ല എന്നൊക്കെ പറയും. ഇതുപോലെ ബ്രഹ്മദേവന് ഉപദേശം കേട്ടു എന്നൊക്കെ തോന്നിയെന്നല്ലാതെ പ്രവർത്തിച്ചപ്പം അജ്ഞാന വൃത്തികളെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിരാശ ഉണ്ടായി, ദുഃഖം ഉണ്ടായി. ചിലതൊക്കെ നമ്മളും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവും. ഓരോ കർമ്മം ചെയ്ത് പശ്ചാത്തപിക്കാറില്ലേ, വേണ്ടില്ലായിരുന്നു, കഷ്ടമായി, മോശമായി തോന്നാറില്ലേ. ഇതുപോലെ ബ്രഹ്മാവിന് മോശമായി തോന്നാം, വലിയ വിഷമം. പിന്നെ ആ ചതുശ്ലോകി ഭാഗവതം ഓർത്തു, ഭഗവാനെ ധ്യാനിച്ചു, സൃഷ്ടിച്ചു. അതാണ് സനകാദികൾ യോഗ്യന്മാരാ, വേണ്ടതുപോലെ തോന്നും. അവരോട് സൃഷ്ടിക്ക് നിർബന്ധിച്ചപ്പോൾ അവർക്കത് താല്പര്യമില്ല. അവർ ജ്ഞാനികളാണ്, ഭഗവാനെ സേവിക്കാൻ മാത്രമേ മോഹമുള്ളൂ. അവർ ഭഗവാനെ സേവിക്കാൻ പുറപ്പെട്ടു. മക്കൾ പറഞ്ഞാൽ കേൾക്കാണ്ടാവുമ്പോൾ അച്ഛന് ദേഷ്യം ഉണ്ടാവില്ലേ, ആ ദേഷ്യം ബ്രഹ്മാവിനും ഉണ്ടായി. അത് പുറത്തേക്ക് കാണിക്കേണ്ട കരുതി അടക്കി വെച്ചു. അടക്കി വെച്ചാലും ബുദ്ധിമുട്ടാണ്. നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആളടെ നിന്ന് കാണിക്കൊന്നും വേണ്ട, എവിടെയും പോയി മുറി വാതിൽ വെച്ചിട്ടിട്ട് അത് ദേഷ്യപ്പെട്ടോളൂ. ഇല്ലെങ്കിൽ പ്രശ്നമാവും. കരയാൻ തോന്നിച്ചാൽ ആരും കാണാതെ അത് മൂലക്കെ പോയിരുന്നിട്ട് കുളത്തിൻ്റെ പക്കത്തോ എവിടെയും പോയി അങ്ങോട്ട് കരയുക. അതല്ലാണ്ട് അവിടെ വെച്ചാൽ ഇത് പിന്നെ പ്രശ്നമായിട്ട് വരും. ചിരിക്കാൻ തോന്നിയാൽ അത് പിന്നെ ചിരിച്ചോളിട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല. അതിന് വീട്ടിൽ പോയി മുറി കുറ്റിയിട്ട് ചിരിക്കൊന്നും വേണ്ട. അത്രയേ ഉള്ളൂ. നമുക്ക് വേഗത്തെ തടുത്താൽ അത് വേറെ പ്രശ്നങ്ങളായിട്ട് മാറും. ബ്രഹ്മത്തെ തൽക്കാലം അടക്കി വെച്ചെങ്കിലും അത് ഉരുണ്ടുകൂടി ഭ്രൂമധ്യത്തിലൂടെ പുറത്തേക്ക് ചാടി. അതാണ് നീലലോഹിത, നീല നിറത്തിലൊരു ബാലൻ. കരഞ്ഞും കൊണ്ട് വന്നതുകൊണ്ട് രുദ്രൻ പേരിട്ടു. എല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളുടെ വരവ് തന്നെ. അത് സംഹാരമൂർത്തിയായിട്ടുള്ള രുദ്രനാണ്. പക്ഷെ അദ്ദേഹം അച്ഛനോട് സൃഷ്ടി വയ്യ പറഞ്ഞാൽ അച്ഛനത് വിഷമാവും. നേരത്തെ വയ്യ പറഞ്ഞ ഏട്ടന്മാരോട് ദേഷ്യം, താനിപ്പം വന്നിട്ട് ഇനി വയ്യ പറഞ്ഞാൽ വിഷമാവും. പക്ഷേ താൻ ഇത് ചെയ്യാൻ പുറപ്പെട്ട അച്ഛൻ വീണ്ടും വീണ്ടും ഏൽപ്പിക്കും. തനിക്ക് ഒട്ടും താല്പര്യമില്ല സൃഷ്ടി, സംഹാരം ഇഷ്ടമുള്ളൂ. അങ്ങനെ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ഭഗവാന് സൃഷ്ടി താല്പര്യമില്ലെങ്കിലും അദ്ദേഹം വിചാരിച്ചു ഇനി ഏൽപ്പിക്കാണ്ടിരിക്കാനൊരു വഴിയുണ്ട്. എന്താ വഴി? അപകടമാക്കി ചെയ്താൽ മതി. ഇനി മേലെ അയാളെ വയ്യട്ടോ, ഏൽപ്പിക്കരുതേ. എന്നാൽ പിന്നെ അങ്ങനെയാവാം എന്ന് കരുതി ഭൂതഗണങ്ങൾ അങ്ങനെ സൃഷ്ടിച്ചു. അവരെ കൊണ്ടുള്ള ശല്യം. അവസാനം ബ്രഹ്മദേവൻ വന്ന് പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കുക, വയ്യട്ടോ എന്ന് പറഞ്ഞു. നിർത്തി. കൈലാസത്ത് പോയി സമാധാനമായിട്ടായിരിക്കുന്നുണ്ട്. ആ രുദ്രൻ ഇരിക്കുന്നു. പിന്നീട് മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ ഒക്കെ ഉണ്ടെങ്കിലും അവരെ സൃഷ്ടിക്കുന്നു, അല്ലാണ്ട് അവരായിട്ട് വേറെ ആരും സൃഷ്ടിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളെ സൃഷ്ടിച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ സൃഷ്ടിച്ചവർ സൃഷ്ടിക്കണ്ടേ. അതിലിപ്പോൾ മുത്തശ്ശന്മാർക്കൊക്കെ ഉള്ള പ്രായമുള്ളവർക്കൊക്കെ ഉള്ള വിഷമം. മക്കളായി പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിക്ക് കുട്ടിയായിട്ടില്ല, അവർക്ക് കുട്ടിയായാലേ സമാധാനമാവുള്ളൂ. ബ്രഹ്മദേവന് താൻ സൃഷ്ടിക്കുന്നതല്ലാതെ അവരായിട്ട് എന്തെങ്കിണല്ലേ വേറെ തന്നെ സൃഷ്ടിക്കുന്നില്ല. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു. ഭഗവാനെ ധ്യാനിച്ചു. തൻ്റെ ശരീരം രണ്ടായിട്ട് മാറി, പുരുഷനും സ്ത്രീയും. ആ പുരുഷനാണ് സ്വയംഭൂമനും, സ്ത്രീയാണ് ശതരൂപ. രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം, പുരുഷനും സ്ത്രീക്കും. ഇതാണ് ഭാരതീയ സങ്കല്പം. തുല്യ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചധികം സ്ത്രീക്ക് കൊടുക്കണമുണ്ട്. എപ്പോഴും അങ്ങനെയാണ്, കുറച്ചധികം പ്രാധാന്യം സ്ത്രീക്ക് കൊടുക്കും. എത്ര നാര്യസ്തു പൂജ്യം തേരമദ്വേതത്ര ദൈവതാ. എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടെ ഐശ്വര്യ ദേവതകൾ നൃത്തം വയ്ക്കും എന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞത്. ആ മനുവാണ് ഇപ്പോൾ മനുവിൻ്റെ വംശത്തെപ്പെട്ടതുകൊണ്ടാണ് നമ്മളെയൊക്കെ മനുഷ്യൻ എന്ന് പറയുന്നത്. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷൻ പൂർണ്ണമാവില്ല എന്നാണ്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നചേദേവം ദേവോ നഖലു കുശലഃ സ്പന്ദിതുമപി. ശിവൻ ശോഭിക്കാൻ കാരണം ആരുള്ളതുകൊണ്ടാണ്? ശക്തിയുള്ളതുകൊണ്ടാണ്. ഇന്നിപ്പം ശിവന്മാരോടൊക്കെ ചോദിച്ചു നോക്കൂ, അവർ പറയും ഞാനിങ്ങനെ നിൽക്കാൻ കാരണം അടുക്കളയിൽ ഒരു ശക്തി മീൻസിച്ച് അവിടെയാണ്, അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ല. അതാണ് വലിയ സക്സസ്സൊക്കെ വലിയ നേടിയവരെ, വലിയ വിജയം നേടിയവരെ ചോദിച്ചാൽ അവർ പറയും പിന്നിലാരാ? പിന്നിൽ ശക്തിയായിട്ട് നിൽക്കുക. അതാണ് അതിൻ്റെ പ്രധാനം. പണ്ട് രമണ മഹർഷിയോട് ചോദിച്ചു ഹീയാണോ ഷീയാണോ ഏതാ ഗേമം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരു സംശയവും ഇല്ല, ഷീയാണ് ഗേമം. കാരണം ഷീല് ഹീ ഉണ്ട്, ഹീല് ഷീ ഇല്ല. ഹീന്ന് എഴുതുമ്പോൾ HE എഴുതുള്ളൂ, അതിൽ S ഇല്ല. എന്നാൽ ഷീല് S അയച്ചാലും ഹീ ബാക്കിയുണ്ട്. സ്ത്രീയിൽ പുരുഷനുണ്ട്, എന്നാൽ പുരുഷനിൽ സ്ത്രീ ഇല്ല. പുരുഷന് സ്ത്രീ വേണം, എന്നാൽ സ്ത്രീക്ക് പുരുഷൻ നിർബന്ധമല്ല.
അതുകൊണ്ട് തന്നെ പല അമ്മമാരും പറയാറുണ്ട്, ഇനിയിപ്പം എന്തൊക്കെ പറയാൻ തിരുമേനി, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, മൂപ്പര് പോയിട്ട് വേണം എനിക്ക് പോവാൻ. എന്താണ്? ആദ്യം മൂപ്പര് പോകണം, ഗൾഫിക്കല്ല, മരിക്കണ കാര്യമാണ് പറയുന്നത്. അത് സ്നേഹം കൊണ്ട് പറയുക. കാരണം ഞാനില്ലെങ്കിൽ ആ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് കേട്ടോ, ആദ്യം സഹധർമ്മിണിയാണ് പോയതെങ്കിലുള്ള അവസ്ഥ അത് ലേശം കഠിനം തന്നെയാണ്. മറ്റത് വലിയ കുഴപ്പം തോന്നാറുമില്ല. അവരെ പരിഹസിക്കില്ല, കാരണം അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവ് അത് സ്ത്രീക്കുണ്ട്. പക്ഷെ പുരുഷനത് പ്രയാസം തന്നെയാണ്. അപ്പോഴും പ്രാധാന്യം കൂടുതൽ സ്ത്രീക്ക്. അതല്ല സ്ത്രീക്ക് പ്രസവിക്കാനുള്ള കഴിവ് കൊടുത്തത്, അത് കഴിവാണ്, അതൊരു രോഗമൊന്നുമല്ല. രോഗമായിട്ട് കാണുന്നതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് സ്ത്രീക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അധികം വന്ദിക്കുന്നുണ്ട്. മാതൃദേവോഭവ, അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പിതൃദേവോഭവ. ആദ്യം അമ്മയെ നമസ്കരിക്കുക, പിന്നെ വേണമെങ്കിൽ അച്ഛനെ നമസ്കരിക്കാൻ തെറ്റൊന്നുമില്ല. എപ്പോഴും പ്രാധാന്യം അമ്മയ്ക്കാണ്, അതിലിപ്പോൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ. ഉപനിഷത്ത് പറയും മാതൃമാൻ, അത് നല്ല അമ്മയ്ക്ക് പറക്കുക, അതാണ് വളരെ പ്രധാനം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഉത്തരവാദിത്വം കൂടും. അതുകൊണ്ട് ഗുണമൊക്കെ പറയുമ്പം അമ്മ കുറച്ച് ഉത്തരവാദിത്വം കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഏതായാലും അങ്ങനെ പുരുഷനും സ്ത്രീയും, ആദ്യത്തെ പുരുഷൻ സ്വയംഭൂ, മനു സ്ത്രീ ശതരൂപ, അവരാണ് മൈഥുന രീതിയിലുള്ള സൃഷ്ടി ആരംഭിച്ചത്. വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ അവർക്ക് മാറി താമസിക്കണമെന്ന് മോഹം എന്നൊക്കെ ഉള്ള പോലെ തന്നെ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് വേണം, വാടകയ്ക്ക് അച്ഛൻ വാടകയ്ക്ക്, എന്തായാലും ഇവിടെ പറ്റില്ല. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളെ സൂക്കട്, ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ആദ്യം ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവരെ സൃഷ്ടിച്ചത്. ബ്രഹ്മദേവൻ ആ ഭൂമിയുടെ താക്കോലം കണ്ടു കൊടുത്തു, തപ്പിക്കോളൂ, നിങ്ങൾക്ക് താമസിക്കാൻ ഭൂമി, ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി, ഞങ്ങളിവിടെ ഇല്ലെന്ന് എന്ന് പറഞ്ഞയച്ചു. അത് തന്നെയാണ് നല്ലത് കിട്ടും. നമ്മുടെ ഒരു അഭിപ്രായം തന്നെ. കഴിയുന്നതും ഒറ്റയ്ക്ക് അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് കഴിയുക, മക്കളാണെങ്കിലും ആശ്രയിക്കാണ്ട് അങ്ങനെ കഴിയുന്നതാണ് നല്ലത്. ഒരു നിവൃത്തിയില്ലെങ്കിൽ ആവാം, പക്ഷെ എന്നാലും കഴിയുന്നതും ഭഗവാനെ ആശ്രയിച്ച് അങ്ങനെ കഴിയുക. ഇടയ്ക്കൊക്കെ അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് നോക്കുക, ഇടയ്ക്ക് അവരോടും അത്രയ്ക്ക് കൊണ്ട് വല്ലാണ്ട് വാശിയൊന്നും വേണ്ടെന്നർത്ഥം. ഏതായാലും ബ്രഹ്മദേവൻ പറഞ്ഞത് കേട്ട് ഇവർ ഭൂമി അന്വേഷിച്ച് പോയി. അവിടെ എത്തിയ സമയത്ത് ഭൂമി കാണുന്നില്ല. ഈ കാര്യം പറയാനായിട്ട് തിരിച്ചു വന്നു. ബ്രഹ്മദേവനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവനാകെ വിഷമിച്ചു. ഓരോന്നോരോന്ന് നേരെയാക്കുമ്പോഴേക്കും ഓരോന്ന് അപകടമാവുകയാണല്ലോ ഭഗവാനെ, അങ്ങല്ലാണ്ട് വേറെ ആരാ എനിക്കുള്ളത് എന്ന് പറഞ്ഞ് ഭഗവാനെ സ്മരിച്ചതും ഭഗവാൻ ആ ബ്രഹ്മദേവൻ്റെ ശ്വാസം വലിച്ചതാ, പരിഭ്രമിച്ചിട്ടെ ഭഗവാനെ എന്ന് പറഞ്ഞ് ശ്വാസം കണ്ട് വലിച്ചതും ആ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ കൂടെ ആര് വന്നു? അതാണ് നാസികയിലൂടെ എന്നെ ആശ്രയിച്ച പിന്നെ ഫലം ദൂരത്തല്ല ഉടനെ തന്നെ എന്ന് കാണിക്കാൻ ആ നാസികയിലൂടെ വരാഹമായിട്ട് ഭഗവാൻ അവതരിച്ചു. ഭൂമിയെ അന്വേഷിക്കാൻ വരല്ലേ. ഭൂമിയുടെ ഗുണം ഗന്ധമായതുകൊണ്ട്, ഗന്ധമറിയാൻ ശേഷി വരാഹത്തിനായതുകൊണ്ട് ഇവിടെ ചേർന്ന രൂപം വരാഹാണ് എന്ന് മനസ്സിലാക്കി ഭഗവാൻ വരാഹ രൂപത്തിൽ അവതരിച്ച് തൻ്റെ തേറ്റമേൽ ആ ഭൂമിയെ എടുത്ത് പൊന്തി വരുന്ന സമയത്ത് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ എൻ്റെ ഭൂമി എന്ന് പറഞ്ഞു, രണ്ടടിയും കണ്ട് കൊടുത്ത് അവൻ്റെ കഥ കഴിച്ചു. ഭൂമിയെ രക്ഷിച്ചു യജ്ഞവരാഹമൂർത്തി എന്ന് പറഞ്ഞ സമയത്ത് പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ആരാണ് ആ വരാഹമൂർത്തി? ആരാണ് ആ അസുരൻ? എന്താ ഇപ്പോൾ അവിടെ ഉണ്ടായി? കശ്യപൻ എന്ന പ്രജാപതി, അതായത് കുറേ ഭാര്യമാരുണ്ട്. 2 ഭാര്യമാർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഥകളിൽ ആവശ്യം വരും. ഒന്ന് ദിതി, ഒന്ന് അതിഥി. അതിഥിയുടെ മക്കളാണ് ആദിത്യന്മാർ, ദേവന്മാർ. ദിതിയുടെ മക്കളാണ് ദൈത്യന്മാർ, അസുരന്മാർ. ഇവർ തമ്മിലൊന്നും ചണ്ടയാണ്. ഒരിക്കൽ ദിതിയുടെ ആശ്രമത്തിലേക്ക് പോയ കശ്യപരെ സന്ധ്യാസമയത്ത് ഇവള് പറഞ്ഞു, അങ്ങേക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല, മറ്റുള്ള പത്നിമാർക്കൊക്കെ മക്കളുണ്ടല്ലോ, എനിക്ക് കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കുട്ടി വേണം. അദ്ദേഹം പറഞ്ഞ സമയം 6:30 ഗായത്രി ചോദിക്കേണ്ട സമയമാണ്, അതുകൊണ്ട് തൽക്കാലം നീ ഒന്ന് ക്ഷമിക്കുക, ഞാനൊന്ന് പോയി ഗായത്രി ഒരു 108 ഗായത്രി, അത് കഴിഞ്ഞ് ഒരു 8:45 കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മൈഥുനയാമായി ആ സമയത്ത് ശ്രമിക്കാം. ഒരു തെറ്റുമില്ല. നമുക്ക് സൃഷ്ടിയെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. എന്താണ് സൃഷ്ടിയെപ്പറ്റി ഒരു മറയില്ലാണ്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ സമയം നീ നിർബന്ധിക്കരുതേ എന്ന് പറഞ്ഞെങ്കിലും അവൾ കേട്ടില്ല, വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. എന്നാൽ പിന്നെ ഭഗവാന്റെ സങ്കല്പമായിരിക്കും താനൊരു ചട്ടുകമായി നിന്നു, ഭഗവാൻ എല്ലാം ചെയ്യിക്കുന്നു എന്ന് കണക്കാക്കി അങ്ങനെ ഭാര്യാഗമനം ചെയ്തു. സന്ധ്യാസമയത്തായതുകൊണ്ടുണ്ടായ മക്കൾ കുറച്ച് മോശക്കാരായിരുന്നു, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി കുളിച്ചു ജപിച്ച് വന്നു. പക്ഷെ ഭാര്യയ്ക്ക് വലിയ പശ്ചാത്താപം. കശ്യപന് കുഴപ്പമില്ല, എന്താ കാരണം ജ്ഞാനിയാണ്, തപസ്വിയാണ്, അദ്ദേഹത്തിന് ദുഃഖമില്ല, അതാ രസം. പക്ഷെ നിധിക്ക് അത്രയ്ക്ക് പ്രാപ്തിയില്ലല്ലോ. താൻ ചെയ്തത് തെറ്റായി പോയി നമ്മൾ ചോദിച്ചു, സംശയമൊന്നുമില്ല, തെറ്റ് ശരിയൊന്നും പറയണില്ല, അതിൻ്റെ ഫലം ഇങ്ങനെയായിരിക്കും. 2 പേരും മഹാഭീകരന്മാരായിരിക്കും, ഭഗവാന്റെ കൈ കൊണ്ട് ചാവും എന്തായാലും. അത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി, എന്തായാലും ഭഗവാന്റെ കൈ കൊണ്ടാണല്ലോ. അല്ല, നീ വിഷമിക്കൊന്നും വേണ്ട, അതിലെ ഒരു മകൻ്റെ മകൻ യോഗ്യനായിട്ട് തീരും. അതാണ് പ്രഹ്ലാദൻ. അത് കേട്ടപ്പോൾ ആശ്വാസമായി. ഏതായാലും ഈ കുട്ടികൾ പുറത്തേക്ക് വന്നാൽ ഉപദ്രവാവല്ലോ കരുതി ഉള്ളിൽ സഹിച്ചു. ഈ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപുവിനും ദിതി. ആരാ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപുവും? അവർ പൂർവ്വജന്മത്തിൽ ഭഗവാന്റെ കാവൽക്കാരായിരുന്നു, ജയൻ വിജയൻ.
രണ്ടുപേരും. സനകാദികൾ ഭഗവാനെ കാണാൻ പോയ സമയത്ത് ഇവർ സനകാദികളുടെ യോഗ്യത മനസ്സിലാക്കാതെ ആ ജ്ഞാനികളെ, മഹാത്മാക്കളെ തടഞ്ഞു. അവർക്കുള്ളിൽ ക്രോധം ഉണ്ടായി, അവർ ശപിച്ചു. ഭഗവാന്റെ സങ്കല്പം എന്നേ പറയാനുള്ളൂ. നൂനം ഭവത് പ്രേരണയ ഇവ ഭൂമൻ. മേൽപ്പത്തൂർ പറയാം, ഒക്കെ ഭഗവാനെ അങ്ങയുടെ സങ്കല്പം. അല്ലെങ്കിൽ പിന്നെ വൈകുണ്ഠത്തിൽ ക്രോധം വരും. അതും ഈ സനകാദികൾക്ക് ദേഷ്യം വരും. അങ്ങയുടെ ഒരു കളി ജൈവജയന്മാരൊന്നും മാറ്റി നിർത്തണം തോന്നിയിട്ടുണ്ടാവും. എന്നാൽ ലക്ഷ്മി ദേവി വന്ന സമയത്തെ തടഞ്ഞു. 6:30 കഴിഞ്ഞു പറഞ്ഞിട്ട്. അങ്ങനെ പറ്റുമോ ലക്ഷ്മി ദേവിയെ ശമ്പളം കൊടുക്കുന്നത്? ആ ലക്ഷ്മി ദേവിയെ തന്നെ ഇവർ തടഞ്ഞില്ലേ? അതിനൊരു അഹന്ത കുറച്ച് കുറയ്ക്കണമെന്ന് കരുതിയിട്ടാവാം. സനകാദികൾ ശപിച്ചു. അങ്ങനെ അവർക്ക് 3 ജന്മം വേണ്ടി വന്നു. അതാണ് ആദ്യത്തെ ജന്മം ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, പിന്നെ രാവണൻ, കുംഭകർണൻ, പിന്നെ ശിശുപാലൻ, ദന്തഭക്തരൻ. അതിലെ ഹിരണ്യാക്ഷൻ വളരെ ഭീകരനാണ്. സ്വർണത്തിൽ കണ്ണുവെച്ചവെന്നാണ് പേരിൻ്റെ അർത്ഥം തന്നെ. അവനങ്ങനെ സഞ്ചരിക്കുകയാണ്. തനിക്ക് യോഗ്യനായിട്ട് മത്സരിക്കാൻ പാകത്തിനുള്ള ആരെങ്കിലും ഉണ്ടോ? നാരദ മഹർഷി പറഞ്ഞതുണ്ട്, വിഷ്ണു ഭഗവാൻ. എങ്ങനെയപ്പോൾ കണ്ടുപിടിക്കാനുള്ള വഴി? അതിപ്പോൾ വഴി എന്താ ചോദിച്ചാൽ, ഇപ്പം ഭഗവാൻ 2 പത്നിമാരാ, ഭൂമി, ലക്ഷ്മി. ഭാര്യ തട്ടിക്കൊണ്ടുപോയാൽ എന്തായാലും ഭർത്താവ് ചോദിക്കാൻ വരാണ്ടിരിക്കില്ല. ലക്ഷ്മിയെ ഇപ്പം ഞാനും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ നിൽക്കുന്നത് ഭൂമിയിലാണ്, ഭഗവാന്റെയാണത് എന്ന് പറഞ്ഞപ്പം ഹിരണ്യാക്ഷൻ പറഞ്ഞു, ഭഗവാന്റെ ഒന്നുമല്ല, അത് എൻ്റെയാ. ഇതാണ് ഹിരണ്യാക്ഷൻ്റെ സ്വഭാവം. നമ്മളുടെയൊക്കെ സ്വഭാവം എൻ്റെയാ എന്ന് പറഞ്ഞ് വേലി ഇങ്ങോട്ട് കെട്ടു. പിറ്റേന്ന് അങ്ങോട്ട് പോകും. എൻ്റെയാ എന്ന് പറഞ്ഞ് വേലി ഇങ്ങോട്ട്. നമ്മുടെ കഥയാണ് ഈ പറയുന്നത്. എൻ്റെ ഭൂമി, എൻ്റെ ഭാര്യ, ധാരായിമേമേ തനയായിമേമേ, ഇതെൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന സ്വഭാവം. ഏതായാലും ആ ഹിരണ്യാക്ഷൻ ചവിട്ടിയും കണ്ട് താഴ്ത്തി രസാതലത്തിലേക്ക്. ആ സമയത്താണ് നേരത്തെ പറഞ്ഞ കഥ. സ്വയംഭൂ മനു ശതരൂപയും കൂടി ഭൂമി അന്വേഷിച്ചു വന്നു, കണ്ടില്ല, ആകെ ദുഃഖിച്ചു. ബ്രഹ്മദേവൻ ഭഗവാനെ ധ്യാനിച്ചു. നാസികാദ്വാരത്തിലൂടെ ഭഗവാൻ അവതരിച്ചു. തേറ്റമേൽ ആ വരാഹ ഭഗവാൻ ഭൂമിയായിട്ട് പൊന്തി വരുന്ന സമയത്ത് ഹിരണ്യാക്ഷം വന്നു പറഞ്ഞു, അതെൻ്റെ ഭൂമിയാണ്. വനഗോചര മൃഗ, നീ ഒരു കാട്ടുപന്നിയല്ലേ എന്ന് ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാൻ മൈൻഡ് ചെയ്തില്ല. താനാരത് എനിക്കറിയാലോ. മറ്റുള്ളവരൊക്കെ പറഞ്ഞതിന് തിരിച്ച് മറുപടി പറയാൻ പോകണം. തന്നെപ്പറ്റി തനിക്ക് നല്ല അറിവുണ്ട്. താൻ ചെയ്യേണ്ട ജോലി വൃത്തി ചെയ്യുക. പലരും എതിർക്കും, പല അഭിപ്രായങ്ങളും പറയും. എന്നാലും താൻ ചെയ്യുന്നത് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടിയാണ് വേണ്ടത്. ഭൂമിയെ രക്ഷിക്കൽ തൻ്റെ ധർമ്മമാണെന്ന് മനസ്സിലാക്കി ഭഗവാൻ ആ ഭൂമിയെ രക്ഷിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് തിരിച്ച് മറുപടി പറയുകയാണ്. അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാ, ഞാൻ വനഗോചര മൃഗ, വനത്തിൽ പോയി അന്വേഷിച്ചാൽ കിട്ടുന്ന മൃഗമാണ് ഞാൻ. വനം എന്ന് പറഞ്ഞാൽ കാട്. വീട് വിട്ട് കാട്ടിൽ പോയാലേ ആരെ കിട്ടുള്ളൂ? ഭഗവാനെ കിട്ടുള്ളൂ. അങ്ങനെ വാനപ്രസ്ഥന്മാർക്ക് മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ. അപ്പം നീ പറഞ്ഞ തെറ്റൊന്നുമല്ല. നിന്നെപ്പോലുള്ള നായക്കുറുക്കന്മാരെ കൊല്ലാൻ ഞാൻ ധാരാളം എന്നങ്ങോട്ട് പറഞ്ഞു. സഹിച്ചില്ല. അവിടെ വെച്ച് യുദ്ധമായി. ഇവനെ വധിക്കാൻ ഏറ്റവും എളുപ്പം, ഇവൻ്റെ വീക്ക്നെസ് സ്വർണ്ണമാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ കയ്യിൽ സുദർശന ചക്രം ധ്യാനിച്ചു. കയ്യിൽ വന്നു. ചക്രം കണ്ടപ്പോൾ അത് കരസ്ഥാക്കണം എന്നുള്ള മോഹം. ഭഗവാനെ വിട്ട് ചക്രത്തിലേക്ക് നോക്കി. ഹിരണ്യാക്ഷ, ഹിരണ്യത്തിൽ കണ്ണുവച്ചവൻ, ഭൗതികമായ നേട്ടം മാത്രം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നവൻ, സ്നേഹത്തിനും ധർമ്മത്തിനും ഒരു പ്രാധാന്യം കൊടുക്കണില്ല. തൻ്റെ പോക്കറ്റ് നിറയ്ക്കണം, ഈ ഒരു ചിന്ത മാത്രം. അതിന് എന്ത് വൃത്തികേടും ചെയ്യുന്നവരെയാണ് ഹിരണ്യാക്ഷന്മാർ എന്ന് പറഞ്ഞത്. ഏതായാലും ഈ ജന്മത്തിൽ ഇതുകൊണ്ട് മരിക്കാൻ യോഗലിടോ എന്ന് പറഞ്ഞ് തൻ്റെ കൈ കൊണ്ടൊരു അടി കൊണ്ട് കൊടുത്തു കരണക്കുറ്റിക്ക്. ഏതായാലും അദ്ദേഹം മലന്നങ്ങോട്ട് വീണു. ഭഗവാനെ കണ്ടുകൊണ്ട് കണ്ണടയ്ക്കാൻ പറ്റി. അതുകൊണ്ട് മോക്ഷമാണ് കിട്ടിയത്. 2 ജന്മം കൂടി ഉണ്ടായിട്ടോ. പ്രാരബ്ധം കുറച്ച് തോന്നും. 2 ജന്മം കൂടി കഴിഞ്ഞ് അദ്ദേഹത്തിന് മുക്തി. അതാണ് ഹിരണ്യാക്ഷന് മോക്ഷം കൊടുത്ത ഭാഗം. യജ്ഞവരാഹമൂർത്തി. കാണാൻ എങ്ങനെയുണ്ട് നല്ല നോക്കേണ്ടതെന്ന് അർത്ഥം. അതാണിപ്പോൾ കഥ കാണിച്ചിരുന്നത്. കാണാൻ ഭംഗി ഹിരണ്യാക്ഷനാണ്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഹിരണ്യാക്ഷനെയും വരാഹത്തെയും കണ്ട നമ്മൾ സെൽഫി എടുക്കുക ഹിരണ്യാക്ഷൻ്റെ അടുത്ത് പോയിട്ടാണ്. വരാഹത്തെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷേ ലോകത്തിന് ഗുണമുണ്ടായത് ആരെക്കൊണ്ടാണ്? ഭൂമിയെ രക്ഷിച്ചത് വരാഹമാണ്. ഭൂമിയെ ചവിട്ടിത്താഴ്ത്താനാണ് ഹിരണ്യാക്ഷൻ ശ്രമിച്ചത്. രണ്ടും എക്സും വയ്യുമാണ്. ഞാൻ എൻ്റെ എന്ന് പറയുന്നവനാണ് ഹിരണ്യാക്ഷൻ. ഇതം നമമ, ഇതെൻ്റെ അല്ല, ഇതെല്ലാം ഭഗവാന്റെ. ഇതാണ് യാഗത്തിലെ മന്ത്രം. ഇതാണ് യജ്ഞവരാഹം എന്നാണ് പറയുക. വെറും വരാഹമല്ല, യജ്ഞവരാഹമൂർത്തി. ഏത് കർമ്മം ചെയ്യുമ്പോഴും യജ്ഞഭാവനയിൽ ചെയ്യുക. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിഹി, ബ്രഹ്മാഗതവും, ബ്രഹ്മണാഹുതം. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞമാക്കി മാറ്റുക. എന്ത് കർമ്മം ചെയ്യുമ്പോൾ അത് യജ്ഞം. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇതാണ് ഷോഡശ സംസ്കാരം. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ യജ്ഞം ഒക്കെ യാഗമാണ്. ചെയ്യണതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ അയാൾക്ക് ലോകത്തിൽ ഉയർച്ചയാണ് ഉണ്ടാവുക. ചെയ്യണതൊക്കെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ദുഃഖമാണ് ഉണ്ടാവുക. പരീക്ഷത്തെ എന്നാണ് വ്യംഗ്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ പാരായണം പ്രഭാഷണവും വരാഹമൂർത്തിയുടെ പദാരബന്ധങ്ങളിൽ സമർപ്പിക്കാം. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ.
നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ 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 ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം പാടാൻ നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം പാടാൻ കാതെന്തിനു തന്നു ഭഗവാൻ നാരായണ ഗീതം കേൾക്കാൻ കാതെന്തിനു തന്നു ഭഗവാൻ നാരായണ ഗീതം കേൾക്കാൻ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ 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 ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ കണ്ണെന്തിനു തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ കണ്ണെന്തിനു തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ കൈയെന്തിനു തന്നു ഭഗവാൻ നാരായണ പാദം കഴുകാൻ കൈയെന്തിനു തന്നു ഭഗവാൻ നാരായണ പാദം കഴുകാൻ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ 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 ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ കാലന്തിനു തന്നു ഭഗവാൻ നാരായണ സവിധം ചെല്ലാൻ കാലന്തിനു തന്നു ഭഗവാൻ നാരായണ സവിധം ചെല്ലാൻ പൂവെന്തിനു തന്നു ഭഗവാൻ നാരായണ പൂജകൾ ചെയ്യാൻ പൂവെന്തിനു തന്നു ഭഗവാൻ നാരായണ പൂജകൾ ചെയ്യാൻ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ 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 ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ 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 ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ
നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ